പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത്. കാരണം പാട്ട് എന്ന് പറഞ്ഞാൽ പാട്ടിന്റെ സുഖങ്ങൾ എന്നാണ് നമ്മുടെ വിഷയം. പാട്ട് എന്ന് പറഞ്ഞാൽ തന്നെ സുഖത്തിന്റെ എക്സ്ട്രീമാണ്. അതിനെപ്പറ്റി അഗാധമായ പാണ്ഡിത്യമുള്ള ആളുകൾ നമുക്കത് പറഞ്ഞു തരുമ്പോൾ അത് കുറച്ചുകൂടി മധുരിക്കും. എന്തായാലും നമുക്ക് ആരംഭിക്കാം. ഔദ്യോഗികമായിട്ട് ഈ ചടങ്ങിന്, ഈ ഒരു വെബിനാറിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി അനിൽ ചേർത്തല സാറെ ക്ഷണിക്കുകയാണ്. നമസ്കാരം. കേൾക്കാമോ? കേൾക്കാം സാർ. ആദരണീയനായ ഡോക്ടർ അച്ചിശങ്കർ സാർ, സോളൈറ്റിന്റെ ജനറൽ സെക്രട്ടറി ശ്രീമതി രഞ്ജു പി മാത്യു, സോളൈറ്റ് മ്യൂസിക് അക്കാദമിയുടെ ഡെപ്യൂട്ടി ഡയറക്ടറായ ശ്രീ ജിതേന്ദ്ര രാജ്, മറ്റൊരു ഡയറക്ടറായ ശ്രീ സുനിൽ ബാബു തുടങ്ങിയ എല്ലാവർക്കും വളരെ വിനീതമായ പ്രണാമം. നമ്മുടെ ഈ ദിവസം ദൈവത്തിൻ്റെ ഒരു വരദാനം പോലെ നമുക്ക് ലഭ്യമായ ഒരവസരമാണ്. ഈ പ്രകൃതിക്ക് ഒരു താളവും രാഗവും ശ്രുതിയും ഒക്കെ ഉണ്ട്. ആ സംഗതികളെല്ലാം ഒത്തുചേർന്ന ഒരു ശുദ്ധ സംഗീതം, അത് പ്രകൃതിയോട് ഒട്ടി നിൽക്കുന്ന മനുഷ്യന്റെ ചേതനയാണ്. സർവവും സംഗീതമയം എന്ന് വേണമെങ്കിൽ പറയാം. അതിനെക്കുറിച്ച് വളരെയധികം ഗവേഷണ പഠനങ്ങളിലൂടെ സ്വന്തമായ ഒരു സ്വത്വം ഉരുത്തിരിച്ചെടുത്ത ഒരു മഹാപ്രതിഭയാണ് നമ്മുടെ ഇന്നത്തെ നമ്മളെ നയിക്കുന്ന ഡോക്ടർ അച്ചിശങ്കർ സാർ. നമുക്കേവർക്കും അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ സ്വീകരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്നവരാണ് നമ്മൾ. കേരള യൂണിവേഴ്സിറ്റി ബയോ ഇൻഫർമാറ്റിക്സ് വിഭാഗത്തിൻ്റെ മുൻ തലവനായിരുന്ന അദ്ദേഹം അനേകം വിദേശ സർവകലാശാലകളുടെ വിസിറ്റിംഗ് ഫാക്കൽറ്റിയായും പ്രവർത്തിക്കുന്നുണ്ട്. പഠന ഗവേഷണങ്ങളിലെല്ലാം സ്വന്തമായ ഒരു സ്വത്വം ആലേഖനം ചെയ്ത് മുന്നേറുന്ന വിരലിലെണ്ണാവുന്ന പ്രതിഭകളിലൊന്നാണ് നമ്മുടെ പ്രിയപ്പെട്ട അച്ചിശങ്കർ. വിദ്യാർത്ഥി മനസ്സുകളിലെ ഹരിതഹാരിയായ അധ്യാപകൻ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. വിവരസാങ്കേതിക വിദ്യയിലെ നൈപുണ്യം, ശാസ്ത്രം, ഭാഷ തുടങ്ങി അനേകം മേഖലകളിൽ അദ്ദേഹം തൻ്റെ വ്യക്തിമുദ്ര ആഴങ്ങളിൽ പതിപ്പിച്ചിട്ടുണ്ട്. മറ്റുള്ളവരിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തനായി ജനഹൃദയങ്ങളിൽ ഒരു മധുര ഗാനം പോലെ അദ്ദേഹം അടയാളപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ മറ്റൊരു സാക്ഷ്യമാണ് ഇന്ന് പാട്ടിൻ്റെ സുഖങ്ങളിൽ നാം അനുഭവിക്കാൻ പോകുന്നത്. വിവിധ വിഷയങ്ങളിലെ പ്രാഗൽഭ്യം അധിക യോഗ്യതയായി കാണുമ്പോഴും പ്രകൃതിയും സംഗീതവും ഇടകലർത്തിയുള്ള ഇടപെടൽ ശ്രേഷ്ഠ യോഗ്യനായി അദ്ദേഹം ഇവിടെ അടയാളപ്പെടുത്തുന്നു. സ്വന്തം ഡിപ്പാർട്ട്മെന്റ് സംഗീതത്തിന്റെ നോട്ടുകൾ കൊണ്ടും ഹരിതഭൂമിക ആക്കിയ, സംഗീത സമസ്യയാക്കിയ അദ്ദേഹത്തിന്റെ സൃഷ്ടിപരത ഏത് വിദ്യാർത്ഥി ഹൃദയങ്ങളിൽ നിന്നാണ് കാലത്തിന് മായ്ച്ചു കളയാൻ കഴിയുന്നത്? എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഡോക്ടർ അച്ചിശങ്കർ സാറുമായി പരിചയപ്പെട്ടതും അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണം, 2.5 മണിക്കൂർ നീളുന്ന ഒരു പ്രഭാഷണം കേൾക്കുവാനിടയായതും അധികം വൈകാത്തൊരു കാലത്താണ്. പക്ഷേ അന്ന് എൻ്റെ മനസ്സിൽ അടയാളപ്പെട്ട, എൻ്റെ മനസ്സിലൊരു വ്യക്തിമുദ്ര പതിപ്പിച്ച അദ്ദേഹത്തിന് നമ്മുടെ സോൾലൈറ്റ് എന്ന് പറയുന്ന ജാതിമത രാഷ്ട്രീയ കക്ഷിഭേദമന്യേ എല്ലാവരും ഉൾക്കൊള്ളുന്ന ഈ സ്നേഹ കുടുംബത്തിലേക്ക് ക്ഷണിക്കണം എന്ന് വളരെയധികം ആഗ്രഹിച്ചു. കൊട്ടാരക്കര
MGM സ്കൂളിൽ വെച്ച് നടന്ന സർഗസംഗമ വേദിയിൽ അദ്ദേഹം അതിഥിയായി എത്തുകയും ആ വേദിയിൽ വെച്ച് സോൾലൈറ്റിന്റെ അഡ്വൈസറി ബോർഡ് ചെയർമാനായി അദ്ദേഹം ആ സ്ഥാനം വളരെ സന്മനസ്സോടുകൂടി സ്വീകരിക്കുകയും ചെയ്തു. അത് ഇന്ന് നമ്മളിവിടെ അദ്ദേഹം പ്രസ്താവിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പുതിയ പുതിയ കണ്ടെത്തലുകൾ കൂടിയാണ്. അങ്ങനെയുള്ള നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ സൗഭാഗ്യത്തെ ഡോക്ടർ അച്ചി ശങ്കർ സാറിനെ വളരെ വിനീതമായി സോൾലൈറ്റിൻ്റെ പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ ഇതിൽ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാ വ്യക്തിത്വങ്ങളെയും, ഇതിനെ കൃതജ്ഞത അറിയിക്കുന്ന ശ്രീ ജിതേന്ദ്രരാജ് തുടങ്ങിയിട്ടുള്ള എല്ലാ വ്യക്തിത്വങ്ങളെയും വളരെ ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ അച്ചി ശങ്കർ സാറിനെ ഇതിൻ്റെ ഈ സംരംഭത്തിലേക്ക് എത്തുവാൻ വളരെ വിനീതമായി ക്ഷണിക്കുക. എല്ലാവർക്കും നമസ്കാരം. എന്നെ കേൾക്കാമോ? കേൾക്കാം സാറേ. നമസ്കാരം കേൾക്കാം സാർ. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് കവിയുമായ അനിൽ ചേർത്തല, സോൾലൈറ്റ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ്റെ സോൾലൈറ്റ് മ്യൂസിക് അക്കാഡമി ആദ്യമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ പ്രഭാഷണം കേൾക്കാൻ എത്തിയിരിക്കുന്നത്. എന്നോട് സംസാരിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആദ്യം സ്വാതിരുന്നാൾ എന്നുള്ള വിഷയമായിരുന്നു ആദ്യം പരിഗണിച്ചത്. കുറച്ചുകൂടി എല്ലാവർക്കും കേൾക്കാൻ രസിക്കുന്ന രീതിയിൽ ഒരു വിഷയമാകട്ടെ എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മുടെ സംഗീതത്തിൻ്റെ സുഖങ്ങൾ എന്ന വിഷയം നമ്മൾ തിരഞ്ഞെടുത്തത്. ഞാൻ അടിസ്ഥാനപരമായിട്ടൊരു ശാസ്ത്രജ്ഞനാണ്, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഈ എല്ലാ മേഖലയിലും ചില മുൻവിധികൾ വളരെയധികം വാഴുന്നുണ്ടായിരിക്കാം. അത് നമ്മളെ പലപ്പോഴും സ്വാധീനിക്കും. ഒരു ചെറിയ ഉദാഹരണമാണ്, നമ്മൾ ഇൻവെൻഷൻസ് എന്ന് കൊടുത്തിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നമ്മൾ ആദ്യം കാണുന്ന ഒരു പേരും അല്ലെങ്കിൽ ചിത്രമൊക്കെ എഡിസന്റെ. എഡിസൺ 1047 കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുള്ളതാണ്. റിസർച്ച് എന്ന് പറഞ്ഞ് നമ്മൾ സെർച്ച് ചെയ്താൽ കാണുന്നത് ആൽബർട്ട് ഐൻസ്റ്റീനി വളരെ അതുപോലെ ഹൈടെക് റിസർച്ചിന്റെ, റോക്കറ്റ് അയക്കുന്നതിൻ്റെയോ മൊബൈൽ ഫോൺ ഉണ്ടാക്കുന്നതിൻ്റെയോ ഒക്കെ ബന്ധപ്പെട്ട ഇമേജറീസ് ആണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇതെല്ലാം നമ്മളെ ആ മേഖലയിലേക്ക് ഇറങ്ങുന്നതിൽ നിന്ന് നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. കാരണം നമുക്കാർക്കും എഡിസന്റെ അത്രയും 1047 കണ്ടുപിടുത്തം നടത്താനോ ആൽബർട്ട് ഐൻസ്റ്റീനെ പോലെ നോബൽ സമ്മാനത്തിന് അർഹമായ ഗവേഷണം ചെയ്യാനോ ഒന്നും സാധിക്കുന്ന ആൾക്കാരല്ല, സാധാരണക്കാരായിരുന്നു. അതൊക്കെ ഒറ്റപ്പെട്ട ആൾക്കാർക്ക് സാധിക്കുന്ന കാര്യമാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അത്തരത്തിലെ മുൻവിധികൾ നമ്മുടെ ഉള്ളിലുള്ള എളിമയോടുകൂടിയുള്ള പല കഴിവുകളെയും അത് ഇല്ലാതാക്കുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ കരുതുന്നു എവറി പേഴ്സൺ, നമ്മുടെ മനുഷ്യ സമൂഹത്തിലെ എല്ലാവരും ഇൻവെന്റേഴ്സാണ്. എല്ലാവരും സഹജമായി ഗവേഷകർ, എല്ലാവരും, വ്യത്യാസമൊന്നുമില്ല. ജാതി മത പ്രായഭേദം പോലും ഇല്ല. അത് വേറൊരു അവസരത്തെ നമുക്ക് സംസാരിക്കാനും പറ്റി. ഇന്ന് നമ്മുടെ വിഷയം അതല്ല. പക്ഷെ അതുപോലെ സംഗീതത്തിലും ഒരുപാട് മുൻവിധികളുണ്ട്. നമ്മളെ എല്ലാവരെയും പുറകോട്ടടിക്കുന്ന, നമ്മുടെ സംഗീത സുഖത്തിനെ പരിമിതപ്പെടുത്തുന്ന ഒരുപാട് മുൻവിധികൾ. എൻ്റെ സംഗീതവുമായിട്ടുള്ള ഒരു ബന്ധം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കോളേജിൽ പഠിക്കുന്ന തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് പഠിച്ച് പാസ്സായി പുറത്തിറങ്ങുന്നവരെ ഞാൻ ഒരു വേദിയിലും പാടിയിട്ടില്ല. എന്നെ പാട്ടുകാരനായിട്ട് അറിയപ്പെട്ടിട്ടില്ല. ഞാൻ പാടുന്ന ആർക്കും അറിഞ്ഞില്ല. പാടുന്നത് നന്നായിട്ടാണെങ്കിലും മോശമായിട്ടാണെങ്കിലും അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെന്ന് ആർക്കും അറിഞ്ഞില്ല. അതിന് കാരണം എന്താണെന്ന് ഞാൻ പിന്നെ കുറച്ച് ആത്മകഥാപരമായിട്ടൊക്കെ പുറകോട്ട് ആലോചിച്ച് നോക്കുമ്പോൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ 1ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് നമ്മളോട് ആരെങ്കിലും ചോദിക്കുകയാണ്, ഒരു ടീച്ചർ ക്ലാസ്സിൽ വന്നിട്ട് പറയുകയാണ്, 1ാം ക്ലാസ് കുട്ടികളൊക്കെ ഇരിക്കുക, ആർക്കൊക്കെ പാടാൻ ഇഷ്ടം എന്ന് ചോദിച്ചാൽ കുട്ടികൾ എന്ത് പറയും? എനിക്ക് ഇപ്പം കേൾക്കാം, ചെവിക്കൂടെ കേൾക്കാം, എല്ലാവരും കൂടെ എനിക്കിഷ്ടം ഒരുമിച്ച് പറയും. അതാണ് നമ്മുടെ നിഷ്കളങ്കമായ സഹജവാസന. നമുക്ക് എല്ലാവർക്കും പാടാൻ ഇഷ്ടമാണ്, വരയ്ക്കാൻ ഇഷ്ടമാണ്, കളിക്കാൻ ഇഷ്ടമാണ്. ഇതിന് ആർക്കും പ്രത്യേകതയൊന്നുമില്ല.
പക്ഷെ പതുക്കെ പതുക്കെ അതിനെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ വളരെ നമ്മൾ ഇംഗ്ലീഷിൽ അപ്പോളജറ്റിക് എന്ന് പറയും. അപ്പോളജറ്റിക് ആയിട്ടാണ് ഇതിൻ്റെ പാട്ടിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്, ഒരുപാട് ഉത്സാഹത്തോടല്ല. എൻ്റെ കേസിൽ ഞാൻ 3ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് തോന്നുന്നു, ഒരു സാറ് ക്ലാസ്സിൽ വന്നിട്ട് ക്ലാസ്സിലായിരുന്ന സമയത്ത് ചോദിച്ചു, ഇവിടെ നന്നായിട്ട് പാടുന്ന ആരുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ ആരോ ഒരാൾ ഒരു കുട്ടിയുടെ പേര് വിളിച്ചു പറഞ്ഞു, നീലകണ്ഠൻ എന്നാണ് കുട്ടിയുടെ പേര്. അതിനുശേഷം 10ാം ക്ലാസ് പഠിക്കുന്നവരെ നീലകണ്ഠൻ മാത്രമേ പാടിയിട്ടുള്ളൂ, വേറെ ആരും പാടിയിട്ടില്ല. അദ്ദേഹം ആസ്ഥാന ഗായകനായിട്ട് മാറി. ഞാനതിനെ ഒരു പിഞ്ചു ബാലൻ എന്നുള്ള നിലയിൽ ഞാൻ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അസൂയോടും വിഷമത്തോടുമാണ് കണ്ടത്. കാരണം എനിക്ക് പാടാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, പാടാൻ അറിയാമായിരുന്നു. പക്ഷേ ആ ഒരു പ്രസ്താവനയിലൂടെ 3ാം ക്ലാസ് മുതൽ ഒരു അധ്യാപകൻ ഒരാളെ തിരഞ്ഞെടുത്തോടുകൂടി ബാക്കി എല്ലാവരും എന്നെപ്പോലെ വേറെ ഒരു കാണുന്നിരിക്കുന്നില്ല, പാട്ടുകാരല്ലാതായി. അവരെല്ലാം വേറൊരു ശ്രേണിയിലേക്ക് തിരിഞ്ഞു. ഇന്നത്തെ കാലത്ത് നോക്കിയാൽ, ഞാൻ ചുമ്മാ ആൾക്കാരുടെ അടുത്ത് പാട്ട് താല്പര്യമുണ്ടെന്നുള്ള സംസാരം വന്നു കഴിഞ്ഞാൽ ചിലർ മിക്കവാറും പേര് പറയുന്നത് എങ്ങനെയാണ്, എനിക്ക് പാട്ടൊക്കെ ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് ഈ രാഗം താളമൊന്നും എനിക്ക് അറിയില്ല. അങ്ങനെയാണ് പറയുന്നത്. എന്തിനങ്ങനെ പറയുന്നു എന്ന് എനിക്കറിയില്ല. നമ്മളാരെങ്കിലും സിനിമ ഇഷ്ടമാണെന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് സിനിമ ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് സിനിമാറ്റോഗ്രഫിയും ക്യാമറ ഉപയോഗിക്കാനും പിന്നെ സിനിമ ഡയറക്ഷനും ഒന്നും എനിക്ക് അറിഞ്ഞൂടാ എന്ന് പറയാറില്ല. നമ്മൾ സിനിമ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ അതിന് യാതൊരുവിധ പ്രീ ക്വാളിഫിക്കേഷനും നമുക്ക് വേണ്ട. ഈ കാഴ്ചപ്പാട് ഇന്നത്തെ പ്രഭാഷണത്തിൽ എനിക്ക് നിങ്ങളോട് പ്രത്യേകിച്ച് പറയാനുള്ളത് ഈ കാഴ്ചപ്പാടാണ്. സംഗീതം എന്ന് പറയുന്നത് അത് അഭ്യസിച്ച് അതിൻ്റെ സാങ്കേതികത്വം അറിയാവുന്നവർക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ഒരു കാര്യമല്ല. അത് എല്ലാവർക്കും വേണ്ടി സഹജമായി അവർക്ക് ആസ്വദിക്കാൻ കഴിവുള്ള ഒരു കാര്യമാണ് സംഗീതം. അതിൻ്റെ വളരെ നേർത്ത ചില വിഷയങ്ങളെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് സംസാരിക്കും. ഈ ചിലരുണ്ട്, ഇപ്പോൾ പാട്ട് കേട്ട ഉടനെ അത് ശഹന രാഗമാണ് അല്ലെങ്കിൽ ഹംസധ്വനി രാഗമാണെന്ന് പറയുന്നു, അല്ലെങ്കിൽ വേറെ ചില താളം പിടിക്കുന്നു. നമ്മൾ ചുമ്മാ ഇങ്ങനെ ആക്കുന്നേ ഉള്ളൂ, പക്ഷെ അവർ ചില വിരലൊക്കെ എണ്ണി ഇങ്ങനെ താളം പിടിക്കുന്നു. ഇത് കണ്ട് നമ്മൾ വിചാരിക്കുന്നു, ഈ നമ്മൾക്കൊന്നും അറിഞ്ഞൂടാ, അവരാണ് ശരിക്കും അറിയുന്നത്. ഞാൻ ആ തുടക്കത്തിലേ നിങ്ങളുടെ പറയുകയാണ്, നമ്മുടെ സിനിമ കാണാൻ പോകുന്ന ആൾക്കാർ തിയേറ്ററിൽ ചെന്നിട്ട് സിനിമ കാണുമ്പോൾ അവരതിൽ ലയിച്ച് ചിലപ്പോൾ കരയുകയും സങ്കടപ്പെടുകയും പേടിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷേ ഈ സിനിമാറ്റോഗ്രഫി പഠിച്ചവർ, പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി സിനിമാറ്റോഗ്രഫി പഠിച്ചവർ, അവർ സിനിമ കാണാൻ ചെന്ന് അവർക്ക് ആസ്വദിക്കാൻ പറ്റില്ല. കാരണം അവർ അതിൻ്റെ ക്യാമറ എങ്ങോട്ട് പോയി, അതിൻ്റെ ലൈറ്റ് എങ്ങനെ വന്നു, അതിൻ്റെ ഓഡിയോ മിക്സ് ചെയ്ത് ശരിയായില്ല, എഡിറ്റ് ചെയ്ത് ശരിയായില്ല, ഇങ്ങനെയുള്ള സാങ്കേതികത്വം നോക്കിയിരിക്കുന്നവരായിരിക്കാം കൂടുതലും ഇതിൻ്റെ സാങ്കേതികത്വം പഠിച്ചവർ. പക്ഷെ സാധാരണ ജനങ്ങൾ നിഷ്കളങ്കരായിട്ട് ആ സിനിമ യഥാർത്ഥ ജീവിതമാണെന്ന് തോന്നുന്ന, പ്രത്യേകിച്ച് തിയേറ്ററിൽ ചെന്ന് കാണുമ്പോൾ ലൈറ്റൊക്കെ അണയ്ക്കുമ്പോൾ നമ്മൾ അതിലങ്ങ് മുഴുകുകയാണ്. നമ്മളാണ് സിനിമ ആസ്വദിക്കുന്നത്, നോട്ട് ദി ഫിലിം മേക്കർ. അവർക്ക് ആസ്വദിക്കാൻ ഒക്കില്ല. അപ്പം ഇത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു വെക്കുകയാണ്, നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ പിന്നീട് പറയാം. പാട്ടിനെ കുറിച്ച് വളരെ ലളിതം, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെ ഞാനൊന്ന് വീണ്ടും വിശദമാക്കാൻ പോകും. പാട്ടിനെ ചുറ്റിപ്പറ്റി ഒരുപാട് സുഖങ്ങളുണ്ട്, നമ്മൾ വിചാരിക്കുന്നതല്ല. അതിൽ ചിലത് എല്ലാവർക്കും സാധ്യമായിട്ടുള്ളതാണ്. അതാണ് ഞാൻ ഈ പ്രഭാഷണത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഞാൻ പ്രധാനമായിട്ട് 5 സുഖങ്ങളെക്കുറിച്ചാണ് പറയുന്നത്, സംഗീതത്തിൻ്റെ പഞ്ചസുഖങ്ങൾ. പക്ഷേ നമുക്ക് വേണമെങ്കിൽ കുറച്ച് കൂട്ടാം, 5 അല്ല, ഇനി കൂടുതലെണ്ണം വേണമെങ്കിലും പറയാം, നിങ്ങൾക്ക് വേണമെങ്കിലും ചേർക്കാം. കാരണം സംഗീതം നമ്മുടെ എല്ലാവരുടെയുമാണ്, നമ്മുടെ ഉള്ളിലാണ് അത് കിടക്കുന്നത്. അത് ഉണരുമ്പോഴാണ് സംഗീത അനുഭവം ഉണ്ടാകുന്നത്. നമ്മൾ വിചാരിക്കുന്ന പോലെ പാട്ടുകാരൻ്റെ കയ്യിലല്ല സംഗീതം ഇരിക്കുന്നത്, നമ്മുടെ ഉള്ളിലാണ്. ചിത്രകലയെക്കുറിച്ചും പറയും. ചിത്രകല എവിടെ ഇരിക്കുന്നു എന്ന് വെച്ചാൽ ആ ചിത്രം കാണുന്ന ആളുടെ കണ്ണിലാണ് ഇരിക്കുന്നതെന്നാണ് പറയുന്നത്. അല്ലാതെ ചിത്രകാരൻ്റെ ബ്രഷിൻ്റെ അറ്റത്തല്ല ഇരിക്കുന്നത്. അതുപോലെ സംഗീതത്തിനെ കുറിച്ച് ആരും സംസാരിക്കാറില്ല എന്ന് എനിക്ക് തോന്നുന്നതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം തിരഞ്ഞെടുത്തത്. അപ്പൊ സംഗീതത്തിന്റെ സുഖങ്ങളെ കുറിച്ച് ഞാൻ പറയാം. ഒന്ന്, പാടുന്ന സുഖം. സംഗീതവുമായിട്ട് ബന്ധപ്പെട്ടൊരു സുഖമാണ് പാടുന്ന സുഖം. അപ്പൊ നമ്മൾ ധരിക്കും ഇത് യേശുദാസിന് മാത്രമുള്ള ഒരു സുഖമാണ്, അല്ലെങ്കിൽ ഡോക്ടർ ബാലമുരളീകൃഷ്ണയ്ക്കുള്ള സുഖമാണ്. ഇല്ലേ അല്ല, പാടുന്ന സുഖം എല്ലാവർക്കും ഉള്ള സുഖമാണ്. നിങ്ങൾ ഒരിക്കലും അതെങ്ങനെ, എനിക്ക് പാടാൻ, ഞാൻ പാട്ട് പഠിച്ചിട്ടില്ല, എൻ്റെ ശബ്ദം നല്ലതല്ല, പിന്നെ എനിക്കെങ്ങനെ പാടുന്ന സുഖം വരും? ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. നമ്മൾ രാവിലെ റേഡിയോ വയ്ക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ കൂടെ ഒരു പാട്ട് കേൾക്കുന്നു. പെട്ടെന്ന് യേശുദാസിന്റെ പാട്ടാണ് കേൾക്കുന്നത്. ഞാനിത് പഴഞ്ചനാണ്, അതുകൊണ്ട് പഴയ ഉദാഹരണം പറയുന്നത്. മാത്രമല്ല പുതിയ പാട്ട് പാടാൻ എനിക്ക് തോന്നുന്നില്ല. കട്ടച്ചോര ജ്യൂസ് അടിച്ചു കുടിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള പാട്ട്
പാടണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഇന്ന് 2-3 ദിവസമായിട്ട് വൈറൽ ഫീവർ കഴിഞ്ഞ് ശബ്ദം ശരിയായിട്ടില്ല പൂർണ്ണമായിട്ട്. അതുകൊണ്ട് പാടാൻ ശ്രമിച്ച എന്തെങ്കിലും കുഴപ്പം പറ്റിയാൽ ക്ഷമിക്കുക. ഗായികേ നിൻ വിപഞ്ചികയിലെ ഗാനമായിരുന്നെങ്കിൽ ഞാൻ താവകാങ്കുലിലാളിതനൊരു താളമായിരുന്നെങ്കിൽ ഞാൻ കൽപ്പനകൾ ചിറകണിയുന്ന പുഷ്പമംഗല്യരാത്രി വന്നു ചൂടിക്കുമായിരുന്നു ഞാൻ എന്നിലെ പ്രേമസൗരഭം. യേശുദാസ് പാടിയിട്ടുള്ള മനോഹരമായ വരികളാണ്. നമ്മളിത് റേഡിയോ കൂടെ കേൾക്കുന്നു. നമ്മളിങ്ങനെ വളരെ റിലാക്സ് ചെയ്ത് വീട്ടിലിരിക്കുമ്പോൾ കേൾക്കുന്നു. നമ്മൾ എന്ത് ചെയ്യും? നമ്മളെല്ലാവരും ഉടനെ തന്നെ അറ്റൻഷനായി നിന്ന് ജനഗണമന കേൾക്കുന്നത് പോലെ അത് നിശബ്ദമായി കേൾക്കും? ഇല്ല. എനിക്ക് തോന്നുന്നു ഒരു ശരാശരി മനുഷ്യൻ അവരുടെ പാട്ടിനെ കുറിച്ച് അവരവരുടെ പാട്ട് പാടുന്ന കഴിവിനെ കുറിച്ച് എത്ര മോശം അഭിപ്രായമുള്ളവരാണെങ്കിലും അവർ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ യേശുദാസിന്റെ പാട്ടിന്റെ കൂടെ മൂളും. അദ്ദേഹം മനോഹരമായിട്ട് പാടുകയാണ്. നമുക്കറിയാം നമ്മൾ പാടുന്നത് അത്രയും മനോഹരമല്ല എന്നറിയാം. പക്ഷെ നമ്മൾ പാടും. എന്തുകൊണ്ട് പാടുന്നു? പാടിയാലേ പാടുന്ന സുഖം കിട്ടും. യേശുദാസ് പാടിയത് കൊണ്ട് നമുക്ക് പാടുന്ന സുഖം കിട്ടില്ല. ലോകത്ത് ആര് പാടിയാലും നമുക്ക് പാടുന്ന സുഖം കിട്ടും. ഭക്ഷണം പോലെയാണ്. ലോകത്തുള്ള ഒരുപാട് ഭക്ഷണം നമുക്ക് നോക്കി കാണാം. പക്ഷെ അതിന്റെ പൂർണ്ണ സുഖം കിട്ടണമെങ്കിൽ നമ്മൾ തന്നെ കഴിക്കണം. വേറെ ആരെങ്കിലും കഴിച്ചിട്ട് കാര്യമില്ല. കഴിച്ചത് യൂട്യൂബിൽ കൂടെ കണ്ടുകൊണ്ട് കാര്യമില്ല. നമ്മൾ തന്നെ കഴിക്കണം. അപ്പൊ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം, സംഗീതത്തിന്റെ ഒരു സുഖം നമുക്കെല്ലാം പറഞ്ഞിട്ടുള്ളതാണ്, പാടുന്ന സുഖം. ഇതിന്റെ വിശദീകരണം പുറകെ വരും. ആ സുഖം ഉള്ളതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും ഏത് പാട്ട് കേൾക്കുമ്പോഴും നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ടാണെങ്കിൽ നമ്മൾ കൂടെ മൂളുന്നത്. കൂടെ മൂളുന്നത് വളരെ മോശമായിട്ടായിരിക്കും ചിലപ്പോൾ. അത് തിരിച്ചറിഞ്ഞും കാണും. പാടുന്നവർ ചിലരെ തിരിച്ചറിയും നമ്മൾ മൂടുന്നത് മോശമായിട്ടാണ്. എങ്കിലും അവർക്ക് മൂടാതിരിക്കാൻ വയ്യ അതിൻ്റെ കൂടെ. അത് കാരണം അങ്ങനെ പാടിയാൽ മാത്രമേ പാടുന്ന സുഖം കിട്ടുള്ളൂ എന്ന് മനുഷ്യനറിയാം, സഹജമായിട്ട് അറിയാം. പാട്ടിനെ പറ്റി തന്നെ നമ്മൾ സാധാരണ പറയുന്നത് കുയിലിന്റെ നാദം കേട്ടപ്പോൾ അത് വളരെ മനോഹരമായിട്ട് തോന്നിയ മനുഷ്യൻ മിണ്ടാതിരുന്നില്ല. മനുഷ്യൻ അതുപോലെ ശബ്ദം ഉണ്ടാക്കാൻ ശ്രമിച്ചു. അങ്ങനെയാണ് പാട്ടുണ്ടായതെന്നാണ് പറയുന്നത്. ഒരു സ്വരത്തിന് ആ കുയിലിന്റെ നാദത്തിന്റെ പേരും നമ്മളിപ്പോഴും അല്ലെങ്കിൽ അതൊരു ചിഹ്നമായിട്ട് നമ്മൾ എപ്പോഴും പറയുകയും ചെയ്യും. കുയിലിന്റെ നാദം അതിലെ കടപ്പുറത്ത് നിന്ന് നിൽക്കുമ്പോൾ അതിനൊരു സംഗീതമുണ്ട്. അത് നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും മനസ്സിലാക്കുക, നമുക്ക് പാടാനുള്ള അവകാശമുണ്ട്, പാടാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമ്മൾ ഏത് പാട്ട് കേട്ടില്ലെങ്കിലും നമ്മൾ പാടുമ്പോൾ കിട്ടുന്ന ഒരു സുഖം, അത് സംഗീതത്തിന്റെ സൗജന്യമായി എല്ലാവർക്കും നൽകിയിരിക്കുന്ന ഒരു സുഖം. നമ്മൾ പാടുന്നത് ഗംഭീരമായിരിക്കണം എന്നില്ല, കൃത്യമായിരിക്കണം എന്നില്ല, മധുരതരമായിരിക്കണം എന്നില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പാടുമ്പോൾ മാത്രമേ ആ സുഖം നമുക്ക് നുകരാൻ സാധിക്കൂ. അതാണ് പാടുന്ന സുഖം. പാട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒന്നാമത്തെ സുഖം. ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ സന്തോഷത്തോടെ, ആത്മവിശ്വാസത്തോടെ, അവകാശത്തോടെ പാടണം എന്നുള്ളത്. പാടിയാൽ മാത്രമേ ആ സുഖം നമുക്ക് ലഭിക്കൂ. അതിന് യാതൊരുവിധ മുൻവിധികളുടെയോ വേറെ ആരെങ്കിലും ഇതിന് കോമ്പിറ്റന്റ് ആയിട്ടുള്ള ആരെങ്കിലും വന്ന് നമ്മളെ സർട്ടിഫൈ ചെയ്യേണ്ടയോ കാര്യം ഇല്ല. ഇനി രണ്ടാമതൊരു കാര്യം പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരും. പാടി കേൾപ്പിക്കുന്ന സുഖം. ആദ്യം പറഞ്ഞത് പാടുന്ന സുഖം, ഇപ്പം പറയുന്നത് പാടി കേൾപ്പിക്കുന്ന സുഖം. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസം. ഞാൻ വീട്ടിൽ ഇരുന്ന് പാടുന്നു, തന്നെത്താനെ പാടുന്നു. അപ്പോഴും നമുക്കൊരു ചെറിയ നഷ്ടബോധം നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മൾ കുഴപ്പമില്ല പാടുന്നു നമുക്ക് തോന്നിയാൽ കേൾക്കാൻ ആരും ഇല്ലല്ലോ. ഇന്നത്തെ കാലത്ത് നമുക്ക് പെട്ടെന്ന് ഉത്തരവുണ്ട്. നമുക്ക് ആരെങ്കിലും കേൾപ്പിക്കാൻ കൊള്ളാമെന്നാണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ യൂട്യൂബിൽ പോയി നമ്മൾ പാടുന്നു. അപ്പോൾ ആൾക്കാർ കേൾക്കുന്നു, താഴെ അഭിപ്രായം പറയുന്നു, നല്ലത് മോശമായിട്ടുള്ള അഭിപ്രായം പറയുന്നു. പണ്ട് കാലത്ത് ഒരു പാട്ടുകാരന് വേദി കിട്ടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണ്, വളരെ ബുദ്ധിമുട്ടാണ്, വളരെ ചുരുക്കം പേർക്ക് കിട്ടും. അപ്പം അങ്ങനെയല്ല, നമുക്കെല്ലാവർക്കും നമ്മുടേതായ വേദി ഉണ്ടാക്കാം.
അതിൽ കൂടെ നമുക്ക് പാടാം, പാടി കേൾപ്പിക്കാം. ഈ പാടി കേൾപ്പിക്കുന്ന സുഖം പാടുന്ന സുഖമായിട്ട് വ്യത്യാസം. നമ്മൾ കലയിൽ പറയും ഈ പ്രേക്ഷകനുണ്ടെങ്കിലേ കലയുള്ളെന്ന് പറയും. അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സാധനമാണ് സംഗീതം. പാട്ട് പാടുന്ന ആൾക്ക് കിട്ടുന്ന സുഖം, ഞാനിപ്പോൾ വിളിക്കുന്നുണ്ട്, ഞാനൊരു പാട്ട് പാടുന്നു, ആരും കേൾക്കാനില്ല, അപ്പം കിട്ടുന്ന സുഖവും നിങ്ങൾ എത്ര കുറച്ച് പേരെ ഉള്ളെങ്കിലും നിങ്ങൾ കേൾക്കുന്നു, ഞാൻ പാടുന്ന പാട്ട് നിങ്ങൾ കേൾക്കുന്നു. ഞാനറിയാതെന്റെ മാനസജാലക വാതിൽ തുറക്കുന്നു നിങ്ങൾ, ശില്പികൾ തീർത്ത ചുമരുകളില്ലാതെ ചിത്രമെഴുതുന്നു നിങ്ങൾ. ഇപ്പൊ ഞാനൊരു സുഖം അനുഭവിക്കുന്നുണ്ട്, ഒന്നല്ല രണ്ട് സുഖം അനുഭവിക്കുന്നുണ്ട്. ഇന്ന് ഞാൻ പാടുന്ന സുഖം, രണ്ട് നിങ്ങൾ ഇത്രയും പേരാണെങ്കിലും സന്മനസ്സുകളായ കുറച്ച് ആൾക്കാർ ഞാൻ പാടുന്നത് കേൾക്കുന്നു. ഇതിൽ കിട്ടുന്ന സുഖം വേറെയാണ്. ഏതാണ് പാടുന്നത്? അത് നമ്മൾ എത്ര നന്നായിട്ട് പാടുന്നു എന്ന് നമുക്ക് തോന്നുന്നു എന്നുള്ളതനുസരിച്ചിട്ട് അസുഖം വർദ്ധിക്കും. കേൾക്കുന്നവർക്ക് ഈ സുഖമായിരിക്കണം എന്നില്ല എന്ന് ഞാൻ പിന്നീട് പറയാം. അപ്പൊ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, പാട്ടുകാരെല്ലാം അവര് ഗാനഗന്ധർവന്മാരാകുന്നതും അവര് നാരദനാകുന്നതും എല്ലാം ആൾക്കാർ കേൾക്കുന്നു. ആൾക്കാർ കേട്ടില്ലെങ്കിൽ ഈ പാട്ടുകാർ ഗന്ധർവന്മാരാകില്ല. അപ്പൊ അവര് പാടി കേൾപ്പിച്ച ആൾക്കാർ കേൾക്കുന്നു എന്നുള്ളതിലാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഉയർച്ച ഉണ്ടായിരിക്കുന്നത്. അവർ നന്നായിട്ട് പാടുന്നതുകൊണ്ട് മാത്രമല്ല, അവർ പാടി കേൾപ്പിക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ളൊരു അവസരം സമൂഹം സൃഷ്ടിച്ചു എന്നുള്ളതാണ്. അവരുടെ ഭാഗ്യമൊക്കെ അതിനകത്ത് കാണുമായിരിക്കും. അപ്പൊ പാടി കേൾപ്പിക്കുന്ന സുഖം ഒരു സവിശേഷമായ സുഖമാണ്. അത് ഞാൻ ശാസ്ത്രീയ സംഗീതമാണ് കൂടുതൽ ആലപിക്കുകയും പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. ശാസ്ത്രീയ സംഗീതത്തിനകത്ത് ഇപ്പം നമ്മൾ ലളിതഗാനം എടുത്താലും നാടൻ സംഗീതം, നാടോടിപ്പാട്ട് എടുത്താലും തുള്ളൽ പാട്ടെടുത്താലും എല്ലാം ഇത് ബാധകമാണ്. ഇതെല്ലാം പാടി കേൾപ്പിക്കുന്ന സുഖം. ചിലതിന് കേൾക്കാൻ ആള് കുറവായിരിക്കും സ്വാഭാവികമായിട്ടെന്നുള്ളത് മാത്രമേ. കർണാടക സംഗീതം പാടിയ നമ്മൾ ലളിതഗാനം പാടുന്ന പോലെ അത്രയും ആൾക്കാർ, കുറച്ചുകൂടെ സെലക്റ്റഡ് ആൾക്കാർ, തെറ്റിദ്ധാരണയിലാണ് അങ്ങനെ കുറഞ്ഞു പോയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ എല്ലാ പാട്ടും എല്ലാവർക്കും കേൾക്കാം. അപ്പോൾ കർണാടക സംഗീതം കേൾക്കണമെങ്കിൽ എന്തൊക്കെയോ ഭയങ്കര പരിപാടികളൊക്കെ അറിഞ്ഞാലേ ഒക്കും എന്നുള്ള തെറ്റിദ്ധാരണയിലാണ് ആൾക്കാർ അത് കുറച്ച് കേൾക്കുന്നത്. ശരിക്കും ഒന്നും അറിയില്ല, ഒരു കാര്യം അറിയേണ്ട കാര്യമില്ല. നിഷ്കളങ്കമായി കേൾക്കുക എന്നുള്ളതാണ് ഏറ്റവും നന്നായിട്ട് പാട്ട് കേൾക്കാനുള്ള അവസ്ഥ. ഗോപാലക പാഹി മാമനിശം രഥമയീ ഗോപാലക പാഹി മാമനിശം തവ പദരഥമയീ ഗോപാലക പാഹി മാം അനിശം അനിശം അനിശം. കൃഷ്ണൻ വളരെ ബാലലീലകൾ കാണിച്ചുകൊണ്ട് വളരെ പ്ലേഫുൾ ആയിട്ടിരിക്കുന്ന കൃഷ്ണനെ കുറിച്ചുള്ള പാട്ടാണ്. കൃഷ്ണന്റെ ആ കുട്ടിത്തം കാണിക്കുന്ന ശബ്ദം കൂടെ ആ പാട്ടിനകത്ത് ആലേഖനം ചെയ്തിട്ടുണ്ട്. താനതരിതം ദരി ഉദരിത ദിക്തിലാനതിലന തനതരി തിത്താകൃതകജം ജം തിത്താകൃതകജം ജം ദീപ്ത കൃതകജം ജം ഗോപാലക. കർണാട്ടിക് മ്യൂസിക് ആവട്ടെ, ലളിതഗാനമാകട്ടെ, നാടോടിപ്പാട്ടാകട്ടെ, പാശ്ചാത്യ സംഗീതമാകട്ടെ, കേൾക്കാൻ ആളില്ല എങ്കിൽ പാട്ടില്ല. അപ്പൊ അങ്ങനെ ഈ രണ്ട് സുഖം ഞാൻ പറയുകയാണ്. പാടുന്ന സുഖം, പാടി കേൾപ്പിക്കുന്ന സുഖം. പാടി കേൾപ്പിക്കുന്ന സുഖത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതില്ല കാര്യം, നമുക്ക് പാടുന്ന സുഖം കിട്ടുന്നതുകൊണ്ട് പാടി കേൾപ്പിക്കുമ്പോഴും നമുക്ക് സുഖം കിട്ടുന്നതുകൊണ്ട് പാടി കേൾപ്പിക്കണമെന്നില്ല. കാരണം നമ്മൾ പാടുന്നത് ബാക്കിയുള്ളവർക്ക് വളരെ മികച്ച തരത്തിലാണെന്ന് തോന്നിയില്ല എങ്കിൽ പാടുന്ന സുഖം നമുക്ക് എപ്പോഴും നുകരാനൊക്കില്ല. വീടിനകത്ത് വല്ലതും വേണമെങ്കിൽ നമുക്ക് ചെയ്യാമെന്നുള്ളത്. അപ്പൊ അവിടെ നമുക്കൊരു ഒരു ഒരു സോഷ്യൽ ഒരു ഫിനോമിനൻ ഉണ്ടായിരുന്നു. ആര് പാടിയാലാണ് എല്ലാവരും കേൾക്കുന്നത്. ചില യൂട്യൂബിൽ പാട്ട് പാടിയിരുന്നു, ആരും കേൾക്കുന്നില്ല. ഇതിനൊരു പേരുണ്ട് ഇതിന്. ശരിക്കും ഈ പാട്ട് പാടുന്നതിന് രണ്ട് തരം ആൾക്കാർ. ഒന്ന്, അവർ പാടുന്നു, പാടാൻ അറിയാം അവർക്ക്, അവർ പാടിയതിനെ വിലയിരുത്താൻ അറിയാം, യാഥാർത്ഥ്യ ബോധത്തോടു കൂടി വിലയിരുത്താൻ.
ചിലരെങ്ങനെയാണെന്ന് വെച്ചാൽ പാടുന്നു, പക്ഷെ അവർക്ക് അതിനെ വിലയിരുത്താൻ അറിഞ്ഞൂടാ. അവർക്ക് നല്ലതായിട്ടാണ് തോന്നുന്നത്. വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ആൾക്കാർ, അവർക്ക് നല്ലതായിട്ട് തോന്നുന്നു, മറ്റുള്ളവർക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു ഫിനോമിനയും കൂടെ ഉണ്ട്. നമ്മുടെ ചിന്തയുടെ മണ്ഡലത്തിൽ നമ്മൾ അതിനെ പറയുന്നത് ഡണ്ണർ ക്രൂഗർ എഫക്റ്റ് എന്നാണ്. ചിലർക്ക് വിവരമില്ല, അവർക്ക് വിവരമില്ല എന്ന് അവർക്ക് അറിയുകയില്ല. അതിനെയാണ് ഡണ്ണർ ക്രൂഗർ എഫക്റ്റ് എന്ന് പറയുന്നത്. വിവരമില്ലായ്മയുടെ ഒരു ലക്ഷണമാണെന്നാണ് പറയുന്നത്. വിവരമില്ലായ്മ ഉണ്ടെന്ന് അറിയില്ല എന്നുള്ളതാണ് വിവരമില്ലായ്മയുടെ ഒരു ലക്ഷണം. പക്ഷെ ചുരുക്കം ചിലർ വിവരമില്ലാത്തവർക്ക് അവർക്ക് വിവരമില്ല അറിയാം എന്നും സിദ്ധാന്തങ്ങളുണ്ട്. ഞാനിപ്പോൾ ആ വിഷയത്തിലോട്ട് കിടക്കുന്നില്ല. അപ്പൊ പാട്ട് പാടുന്നവർക്ക് പാടി കേൾപ്പിക്കുമ്പോൾ ഒരു വിലയിരുത്തൽ ആവശ്യമാണ്. അത് അവരിൽ നിന്നോ അല്ലെങ്കിൽ നല്ല സുഹൃത്തുക്കളിൽ നിന്നോ ഒരു വിലയിരുത്തൽ ആവശ്യമാണ്. ഇത് പാടി മറ്റുള്ളവരെ കേൾപ്പിക്കാൻ പാകത്തിലായോ എന്ന് ചോദിക്കുക. അങ്ങനെ ആ പാകത്തിൽ വരണമെങ്കിൽ തന്നെ നമ്മൾ പാടി കേൾപ്പിക്കാൻ തുടങ്ങണം. എന്നാലേ നമുക്കതിനെ പറ്റിയ കൂട്ടുകാരുണ്ടാകും, നമുക്കതിനെ പറ്റിയ ഒരു സാഹചര്യം ഉണ്ടാകും. ഞാൻ അധ്യാപകനായിരുന്നപ്പോൾ കുട്ടികളുടെ അടുത്ത് ഈ പാട്ടിന്റെ മടി മാറ്റാനായിട്ട് എന്ത് ചെയ്യുന്നു വെച്ചാൽ അവരുടെ പേര് പറയാതെ പാടാൻ പറയും. കുറച്ചും കൂടെ ധൈര്യം വരും. വീട്ടിൽ ഇരുന്ന് പാടിയിട്ട് നമ്മളത് ഞാൻ മാത്രമേ അറിയൂ ആരാ പാടിയത്. നമ്മളതൊരു ഗ്രൂപ്പിലിടും, എല്ലാവരും അഭിപ്രായം പറയും. ചിലപ്പോൾ അഭിപ്രായം വരെ പ്രോത്സാഹിപ്പിക്കും. അപ്പോൾ ഇവർ കുറച്ചും കൂടെ ആത്മവിശ്വാസത്തോടുകൂടി പാടാൻ. അപ്പം അങ്ങനെ എന്തായാലും ഈ രണ്ട് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ഇനി വേറെ ചോദ്യം വരുമ്പോൾ നമുക്ക് സംസാരിക്കാം. പാടുന്ന സുഖം, പാടി കേൾപ്പിക്കും. ഇനി വേറെയും ചില നേർത്ത സുഖങ്ങളുണ്ടെന്നുള്ളത് നമ്മൾ കാണാൻ പോകും. ആദ്യം ഒരെണ്ണം കൂടെ അടിസ്ഥാനപരമായിട്ടൊന്നുകൂടെ പറഞ്ഞു. മൂന്നാമത്തത് നമുക്ക് എല്ലാവർക്കും കിട്ടുന്നതായിരുന്നു പാട്ട് കേൾക്കുന്ന സുഖം. പാട്ട് കേൾക്കുന്ന സുഖം നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഞാൻ ജീവിതത്തിൽ വളരെ ചുരുക്കം ആൾക്കാരെ കണ്ടിട്ടുള്ളൂ എനിക്ക് പാട്ട് ഇഷ്ടമല്ല എന്ന് പറയും. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ അങ്ങനെ ഒരു വ്യക്തിയെ കണ്ടിട്ടുണ്ട്, ഒരാളെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. പാട്ട് ഇഷ്ടമല്ല എന്ന് പറയും. പൊതുവിൽ എല്ലാ പാട്ടും ഇഷ്ടപ്പെടാത്ത ആൾക്കാർ കാണുമെങ്കിലും ഓരോരുത്തരെയും മനസ്സിനെ ഇളക്കുന്ന പാട്ടുകൾ കാണും അവരത് കേൾക്കുമ്പോൾ. ഉദാഹരണത്തിന് എല്ലാവരും ശാസ്ത്രീയ സംഗീതം കേട്ടുകൊള്ളണമെന്നില്ല, എല്ലാവരും യേശുദാസിന്റെ ഒരു പാട്ട് തന്നെ ഇഷ്ടപ്പെടണമെന്നില്ല. അവർക്ക് ചിലപ്പോൾ വേറൊരാളെ പാട്ടായിരിക്കും ഇഷ്ടം, വേറൊരു തരത്തിലുള്ള പാട്ടായിരിക്കും ഇഷ്ടം, ചിലപ്പോൾ നാടോടി ഗാനങ്ങളായിരിക്കും ഇഷ്ടം, അങ്ങനെ പലതരത്തിലായിരിക്കും. പക്ഷെ പാട്ട് ഇഷ്ടമല്ല എന്ന് പറയുന്ന ആരും ഞാൻ കണ്ടില്ല. അപ്പൊ പാട്ട് കേൾക്കുന്ന സുഖം എന്ന് പറയുന്നത് നമുക്ക് സഹജമായി ഉള്ളതാണ്. നമ്മൾ അതിനെയും ആസ്വദിക്കണം. നമ്മളിപ്പോൾ ഒരു യേശുദാസിന്റെ പാട്ട് വെച്ചിട്ട് നമ്മുടെ മനമുരുകുന്നു അത് കേട്ട്. എനിക്ക് അങ്ങനെ ചില പാട്ടുകളുണ്ട് ഇപ്പോഴും അത് കേട്ട് കഴിഞ്ഞാൽ എനിക്ക് ഞാൻ വിദേശത്തൊക്കെ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. ചൈനയും കൊറിയയിലും ഇംഗ്ലണ്ടിലും ചെക്കോസ്ലോവാക്യയിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. ചില രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ നമ്മുടെ രാജ്യത്തിനേക്കാളും വലിയ മണിമന്ദിരങ്ങളും ഒരുപാട് സൗകര്യങ്ങളും സജ്ജീകരണങ്ങളും ഒക്കെ കാണുമ്പോഴും നമുക്ക് ചില സമയം തോന്നും നമ്മൾ വളരെ മോശമായിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്നാണല്ലോ വരുന്നതെന്ന് തോന്നിയാൽ ഞാൻ ആ നിമിഷം എന്നോട് പറയും, ഇയാളതൊക്കെ ഉണ്ടെങ്കിലും ഒരു കാര്യമില്ലല്ലോ, ഇതൊക്കെ സ്വർണ്ണചാമരം വീശി എത്തുന്നതെന്ന് പറഞ്ഞ പാട്ട് കേട്ട് ആസ്വദിക്കാനുള്ള യോഗമില്ലല്ലോ എന്ന് ഞാൻ വിചാരിക്കും. അല്ലെങ്കിൽ നല്ല പൊടിയരി, ചൂട് പൊടിയരി കഞ്ഞിയും കണ്ണിമാങ്ങ അച്ചാറും തൈരും കൂട്ടി കഴിക്കാനും ഇയാൾക്ക് യോഗമില്ലല്ലോ എന്ന് സ്വയം ആശ്വസിപ്പിച്ചാണ് ഞാൻ ആ അസൂയ എന്നൊക്കെ പിൻവാങ്ങിക്കുന്നത്. അപ്പം നമുക്ക് പാട്ട് കേൾക്കാനുള്ള ഒരു സുഖം എന്ന് പറഞ്ഞാൽ അത് ഓരോരുത്തർക്കും അത് വേറൊരാളൊരു പാട്ട് കേട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. നമ്മൾ പലതരത്തിലായിരിക്കും നമുക്ക് എൻ്റെ ഇഷ്ടപ്പെടേണ്ടി വരുന്നത്. എന്നെ സംബന്ധിച്ച് ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചിലപ്പോൾ പെട്ടെന്നൊരു പാട്ട് കേൾക്കുമ്പോഴാണ് അതിൻ്റെ മനോഹാരിത ആവശ്യപ്പെടുന്നത്. ആ നിമിഷത്തിൻ്റെ നിർവൃതി ഞാനൊരാവണി തെന്നലായി മാറി. ഞാൻ ഒരു വർഷം മുമ്പാണ് പാട്ട് രണ്ടാമത് ശ്രദ്ധിച്ചത്. നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ട്. നമ്മുടെ മനം ഒരുങ്ങി പോകും കേൾക്കുമ്പോൾ. ഒത്തിരി മനോഹരമായ പാട്ട്. ഞാൻ കർണാടക സംഗീതം പ്രാക്ടീസ് ചെയ്യുന്ന ആളാന്ന് പറഞ്ഞത്. കല്യാണി എന്ന് പറഞ്ഞ രാഗമാണ്. എനിക്കത് കേട്ടപ്പോൾ പെട്ടെന്ന് തോന്നി പൂർണ്ണമായിട്ട് ശരിയല്ലെങ്കിൽ അതിനേക്കാൾ ഭംഗിയായിട്ട് കല്യാണി രാഗത്തിനെ ആവാഹിക്കാൻ സാധിക്കില്ല എന്ന് എനിക്ക് തോന്നി. അത്ര മനോഹരമായിട്ട് ആ പാട്ട് എൻ്റെ മനസ്സിൽ വന്ന് പതിച്ചു. നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഓരോരോ പാട്ടുകളുണ്ട്. എനിക്കതിൽ വളരെ ഇഷ്ടപ്പെട്ട ഗായകനാണ് സംഗീത സംവിധായകനായിരുന്ന ശ്രീ ജി ദേവരാജൻ. എൻ്റെ അച്ഛൻ്റെ സഹപാഠിയായിരുന്നു. ഇടയ്ക്ക് വീട്ടിൽ വരികയും കാണുകയൊക്കെ ചെയ്തു. പ്രത്യേക ഒരു ബന്ധം അദ്ദേഹമായിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ആ നാട്ടുംപുറം ഒരു നാട്ടുംപുറം ആക്സെൻറ്റോടുകൂടി പാടുന്ന പാട്ടുകളുടെ ഒരു മനോഹാരിത എന്ത് മനോഹരമാണ് പാട്ട്. അത് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ, എനിക്കാണെങ്കിൽ അദ്ദേഹം പാടുന്നത് കേട്ട ഉടനെ അദ്ദേഹത്തിൻ്റെ പരവൂര്
കായൽ പരപ്പിൽ ഇങ്ങനെ ഓളം ഇളകുന്നതിൻ്റെ ഒരു സൗന്ദര്യം ഉണ്ടല്ലോ, അതാണ് എനിക്ക് അത് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത്. നമ്പിളിയിലേ കണ്ണറിയുന്നോലേ. അതുപോലെ അദ്ദേഹം ഒരു കുഞ്ചൻ പറമ്പിലെ തത്ത എന്ന് പറഞ്ഞിട്ട് KPSCയുടെ ശരിക്കും അവതരണ ഗാനമായിരുന്നു. കുഞ്ചൻ പറമ്പിലെ തത്തേ വരൂ പഞ്ചവർണ്ണ കിളിത്തത്തേ. ഒരു മനോഹരമാണ്, ഇത് ലളിതമായിട്ടുള്ള എന്നാൽ അത് അതീവ മനോഹരമായിട്ടുള്ള ഒരു രാഗമാലികയാണ്. എൻ്റെ അവസാനത്തെ വരികൾ ഞാൻ എൻ്റെ അച്ഛനെ ഓർക്കാതെ എനിക്കിത് പാടാനൊക്കില്ല. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടായിരുന്നു ഈ ഭാഗവും. അവസാന ഭാഗം ബിഹാഗ് എന്ന് പറഞ്ഞ അതിസുന്ദരമായിട്ടുള്ള രാഗത്തിലാണ് അവസാനത്തെ വരി. ഇന്ന് നിൻ പാട്ടിനും കൂട്ടായുണ്ടു പൊൻകുരുന്നോല കുഴലും ഒട്ടും തുടിയും കുഴലും കാട്ടുപുൽത്തണ്ടിലൂറും. ഇത് നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഓരോ പേരിൽ പതിയെയും ഓരോരോ പാട്ടുകൾ, ഇത് മാത്രമല്ല ഓരോരോ പാട്ട് പതിയെയും നമ്മളിൽ വളരെ ഉദാത്തമായിട്ടുള്ള അനുഭൂതികൾ ഉണ്ടാക്കുകയും ചെയ്യും. നമ്മളതിനെ മൂല്യത്തോടെ കാണുകയും ആസ്വദിക്കുകയും ചെയ്യും. അപ്പോഴെല്ലാം എനിക്ക് പാട്ടറിഞ്ഞൂടാ, എനിക്ക് രാഗം എന്താണെന്ന് അറിഞ്ഞൂടാ, താളം എന്താണെന്ന് അറിഞ്ഞൂടാ എന്ന് ആലോചിക്കുകയല്ല വേണ്ടത്. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു, ഏറ്റവും നിഷ്കളങ്കമായി ഏറ്റവും ആസ്വദിച്ച് പാട്ട് കേൾക്കുന്നവർ പാട്ടിൻ്റെ സാങ്കേതികത്വം അറിഞ്ഞുകൂടാത്തവരാണ്. നിങ്ങൾ കേൾക്കുന്ന ഇഷ്ടഗാനങ്ങൾ, അതിൽ നിന്നുള്ള സുഖം നുകരുന്നതിനെ കുറിച്ച് സ്വയം ബോധവാനാവുക. അപ്പൊ നമുക്കത് കൂടുതൽ നുകരാൻ സാധിക്കുമെന്ന് ഞാൻ ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം. പാട്ട് കേൾക്കുന്നതിൻ്റെ സുഖം ആവർത്തിച്ച്. ഞാൻ യുവാവായിരുന്നപ്പോൾ നമ്മൾ കുറച്ചും കൂടെ അപ്പോഴാ വൈകാരിക തലം കുറച്ചുകൂടെ ആക്റ്റീവായിരിക്കും. എനിക്ക് ചില പാട്ടുകളിലെ വരികൾ മനസ്സിനെ ഭയങ്കരമായിട്ട് മതിച്ചിട്ട് ആ വരികൾ ആവർത്തിച്ച് റെക്കോർഡ് ചെയ്തൊരു കാസറ്റ് മുഴുവൻ പോയി. ഭ്രാന്തമായ കാര്യമായിരുന്നു. ക്ഷീര സാഗരയ ശയനായ പാട്ടിനെ ഒത്തിരി എന്നെ ഒരുക്കിയിട്ടുള്ള പാട്ടാണ്. അപ്പൊ അത് ഞാൻ അതിൻ്റെ അവസാനം അതെനിക്ക് തൊണ്ട വയ്യായിരിക്കും പാടാൻ വയ്യ. ത്യാഗരാജ ചീത താരക നാമ. ആ വരി കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ടാഗോർ, മഹാനായ ടാഗോർ ഗീതാഞ്ജലി പറയുന്നു, എനിക്ക് ദൈവത്തെ സ്പർശിക്കണം എന്ന് തോന്നുമ്പോൾ ഞാൻ പാടും. എൻ്റെ ഭാവനയുടെ ചിറകുകൾ വിരിഞ്ഞ് അങ്ങയുടെ പാദത്തിൽ വന്ന് സ്പർശിക്കുന്നു. മനോഹരമായിട്ടുള്ള പരികല്പനയാണ്. പാട്ടിലൂടെ നാദയോഗം നമ്മുടെ നാട്ടിൽ പറയും, ത്യാഗരാജ സ്വാമിയുടെ പിന്നെ നാദയോഗം. പാട്ടിലൂടെ നമുക്ക് അരൂപിയായ നമ്മുടെ ഹിന്ദുമതത്തിൽ പരബ്രഹ്മം എന്ന് പറയുന്നു ആ സങ്കല്പത്തെ സ്പർശിക്കാനൊക്കും എന്നാണ് ടാഗോർ പറഞ്ഞു വയ്ക്കുന്നത്. നമ്മുടെ ഇപ്പോൾ അങ്ങനെയുള്ള ആത്മീയ വിശ്വാസങ്ങളില്ലാത്തവരാണെങ്കിലും നമ്മളതിനെ മെറ്റഫറിക്കലായിട്ട്, അതായത് ജീവിതത്തിലെ ഏറ്റവും ഒരു സബ്ലൈം ഇലൈറ്റഡ് ഇന്റലക്റ്റിനെ ടച്ച് ചെയ്യുന്നു എന്ന് കരുതിയാലും മതി. കാരണം നമ്മൾ അഹം ബ്രഹ്മാസ്മി എന്നാണ്, നമ്മളിൽ തന്നെ ഇരിക്കുകയാണ് ബ്രഹ്മം. അത് ഉണരുകയും അതിനെ സ്പർശിക്കുന്നത് പോലൊരു ഭാവന ഉണ്ടാകുകയും ചെയ്യുന്നത് പാടുമ്പോഴാണെന്ന് ടാഗോർ പറയുന്നു. ത്യാഗരാജ സ്വാമികളൊക്കെ ഇതേ ആശയങ്ങൾ പല തരത്തിൽ പല കീർത്തനങ്ങളിലൂടെയൊക്കെ പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. രാഗസുധ രസ പാനമു ജേസി രഞ്ജില്ലവേ ഓ മനസാരാഗ സുധാരസ. രാഗസുധാരസം നുകർന്നിട്ട് മനസ്സെ രഞ്ജിക്കൂ എന്നാണ് പറഞ്ഞത്. ആ പാട്ട് കേൾക്കുന്നതിൻ്റെ മഹാത്മ്യത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വരികളാണ്.
അതിമനോഹരമായ കീർത്തനങ്ങളാണ് അതെല്ലാം. അപ്പോൾ 3 സുഖങ്ങൾ നമ്മൾ പറഞ്ഞു. പാട്ട് പാടുന്ന സുഖം, പാടി കേൾപ്പിക്കുന്ന സുഖം, പാട്ട് കേൾക്കുന്ന സുഖം. ഇനിയൊന്ന് സാധാരണക്കാരനെ സംബന്ധിച്ചിട്ടുള്ള കാര്യം, ശ്രദ്ധേയമായൊരു കാര്യം, ഒരുമിച്ച് പാടുന്ന സുഖം. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം, നമ്മുടെ സ്കൂളിൽ പഠിച്ച സമയത്ത് നമ്മുടെ ഓർമ്മയിലുള്ള മനോഹരമായൊരു നിമിഷമാണ്. രാവിലെ ബെല്ലടിക്കുന്നു, നമ്മൾ അസംബ്ലി കൂടുന്നു, അവിടെ നിന്ന് നമ്മളെല്ലാവരും കൂടെ, ചിലപ്പോൾ ഞങ്ങളുടെ കാലത്ത് അഖിലാണ്ട മണ്ഡപം അണിയിച്ചൊരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി എന്ന് ഒരുമിച്ച് പാടുന്നു. വൈകുന്നേരമാണെങ്കിൽ നമ്മൾ ജനഗണമന ഒരുമിച്ച് പാടുന്നു. നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ ഒരുമിച്ച് പാടിയിട്ടുള്ള പാട്ടെന്ന് വെച്ചാൽ ജനഗണമന. ഈ ഒരുമിച്ച് പാടുന്ന ഒരു രീതി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അതിനെ രാഷ്ട്രീയക്കാർക്ക് വരെ അതിൻ്റെ പ്രാമുഖ്യം അറിയാം. അതുകൊണ്ടാണ് രാഷ്ട്രീയ പാർട്ടികൾ പാട്ടിനെ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പാട്ടിനെ ഉപയോഗിക്കുന്നത്. നമ്മുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ പാട്ടിനൊരു വലിയ സ്ഥാനമാണ്. നമ്മുടെ കേരളത്തിലാണെങ്കിലും വരിക 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 സഹചരേ സഹന സമര സമയമായി കരളുറച്ചു കാലുറച്ചു, അങ്ങനെ പാട്ടുപയോഗിച്ച് ആൾക്കാരെ ഒരുമിപ്പിക്കുകയും ഉത്തേജിപ്പിക്കുകയും ഒരുമിച്ച് കൊണ്ടുവരികയും ചെയ്യും. സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഒരുപാട് കവികൾ നമ്മുടെ ജനങ്ങളെ പ്രചോദിപ്പിച്ചിട്ടുണ്ട്. ടാഗോർ തീർച്ചയായും അങ്ങനെയാണ് നമ്മുടെ ദേശീയ ഗാനം വരുന്നത്. പക്ഷേ ഈ ദേശീയ ഗാനത്തിന് വേണ്ടി ഒരു മത്സരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയപ്പോൾ വന്ന ഗാനങ്ങൾ വേറെയുണ്ട്. ചിലത് ഇപ്പോഴും പ്രശസ്തമാണ്. ഒരെണ്ണം കർണാടക സംഗീത കച്ചേരികളിലാണ് ആലപിക്കുന്നത് എന്നുള്ളതേ ഉള്ളൂ. ആ മത്സരത്തിൽ മുന്നോട്ട് വന്ന് ഒരു പാട്ട്, ജയതി ജയതി ഭാരത മാത ബുധഗീത നിഖില മത വനനിരത നദജന സുഹിത, നിഖില മത വനനിരത നദജന സുഹിത, ജയതി ജയതി ജയതി. അതുപോലെ ദേശീയ കവി എന്ന് നമുക്ക് പറയാവുന്ന തമിഴിന്റെ പ്രിയ കവി ഭാരതിയാർ. പാരുക്കുള്ളേ നല്ല നാട് ഇന്ദൻ ഭാരത നാട്, പാരുക്കുള്ളേ നല്ല നാട്. കവി രമേശൻ നായർ മലയാളത്തിലൂടെ തർജ്ജമ ചെയ്തിട്ടുണ്ട്. പരിലേറ്റം നല്ല നാട് എന്നുടെ ഭാരത നാട്, പരിലേറ്റം നല്ല നാട്. അദ്ദേഹത്തിന്റെ അനേകം പാട്ടുകൾ ദേശഭക്തി ഗാനങ്ങളായിട്ടുണ്ട്. അതെല്ലാം ഒരുമയോടെ പാടുമ്പോഴത്തേക്കും നമുക്ക് ഊർജം തരുന്ന കാര്യങ്ങൾ. മതങ്ങൾ തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ക്രിസ്തു മതത്തിനെ വളരെയധികം ബഹുമാനിക്കുന്ന ഒരു കാര്യം, സംഗീതത്തിനെ ഉപയോഗിക്കുന്നത് ഹിന്ദു മതത്തിൽ ഇല്ലാതില്ല. നമ്മൾ ഭജന എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെയാണ്. എങ്കിലും ആധുനിക കാലഘട്ടത്തിൽ എല്ലാ പ്രായത്തിലുള്ള ആൾക്കാരെ ഒരുമിച്ച് നിർത്തിയിട്ട് ക്രിസ്ത്യൻ പള്ളിക്കകത്ത് കൊയറുണ്ട്. കൊയർ ഒരുമിച്ച് പാടുകയാണ്, ദൈവസ്തുതി പാടുക ഒരുമിച്ച്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അവർ നിരന്തരം പാട്ടിനെ ഉപയോഗിക്കും. അപ്പോൾ ഒരുമിച്ച് പാടുക എന്നുള്ളതിൽ ഒരുപാട് തത്വങ്ങളുണ്ട്. ഞാൻ ചോദിക്കുന്ന, ഒരു പാട്ടിന് മോശമായിട്ടുള്ള ഒരാൾക്കും ഒരുമിച്ച് പാടുന്നതിനിടയ്ക്ക് ഒരുമിക്കാം. അയാൾക്കുണ്ടാകുന്ന ചെറിയ കോട്ടങ്ങളെ ഈ എല്ലാവരും കൂടി ഒരുമിച്ച് പാടുന്ന ശബ്ദത്തിൽ അലിഞ്ഞു പോകും. അയാൾക്ക് പാടാനുള്ള ഒരു മാർഗനിർദ്ദേശമായിട്ട് ബാക്കി എല്ലാവരും ശരിയായിട്ട് പാടുന്നതിനോടൊപ്പം അയാൾക്ക് പാടാൻ കുറച്ചും കൂടെ ശ്രമിക്കാൻ സാധിക്കും. അതൊരു വലിയ തത്വമാണ്. സമൂഹത്തിൽ താഴോട്ട് പോകുന്നവരെ കൈപിടിച്ചുയർത്തുക എന്ന് പറഞ്ഞ തത്വം പാട്ടിലൂടെ നമ്മൾ പാലിക്കുകയാണ്. അയാളുടെ നോട്ട് താന്നു പോയാൽ ബാക്കിയുള്ളവരുടെ നോട്ട് കൊണ്ടത് കുറച്ചും കൂടെ ലിഫ്റ്റഡ് ആകും. അപ്പോൾ അത്തരത്തിൽ ഒരുമിച്ച് പാടുക എന്ന് പറഞ്ഞ ഒരു സങ്കല്പം നമ്മളതെല്ലാ രീതിയിലും നമ്മൾ ഉപയോഗിക്കണം. നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ സുഖത്തിനെ പൂർണ്ണമായിട്ട് അറിയുകയോ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ ജനഗണമന തന്നെ നമ്മുടെ നാട്ടിൽ പാടാനായിട്ട് ഞാൻ പല യോഗങ്ങളിൽ ചെല്ലുമ്പോഴത്തേക്ക് ഇനി ജനഗണമന പാടാൻ പറയും. അപ്പം അതിനെ വേണ്ട ഗൗരവത്തിലല്ല ചെയ്യും. അത് നമ്മളെ എല്ലാവരും കൂടെ ഒരുമിച്ച് ഉച്ചത്തിൽ പാടുകയാണെങ്കിൽ നമ്മുടെ രോമം എണീച്ച് നിൽക്കും. നമുക്കപ്പോൾ ഒരു പ്രത്യേക അനുഭവം ഉണ്ടാവും. ആ അനുഭവം നമ്മൾ പലപ്പോഴും നമുക്ക് ജനഗണമന പാടുമ്പോൾ കിട്ടാറില്ല. കാരണം അത് പാടാൻ തുടങ്ങുന്നവർ അതിനെപ്പറ്റി ഒരു ബോധ്യമുള്ളവരും
ഒന്നുമല്ല. അതിൽ നിർദ്ദേശം കൊടുക്കാറില്ല നമ്മൾ. ഞാൻ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇതിനോട് ഞാൻ പറയും, ഏറ്റവും ഉച്ചത്തിൽ തൊണ്ട പൊട്ടുമാറ് പാടണം. രണ്ട്, അത് നയിക്കുന്ന ആൾ മൈക്ക് വെച്ച് ഭയങ്കര ശബ്ദത്തിൽ പാടണം, എന്നാലും ഇവർക്ക് ഊർജ്ജം കിട്ടും. നമ്മൾ കഞ്ഞി കുടിക്കാത്ത പോലെ ജനഗണമനാധിനായക എന്ന് പാടുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മാതൃരാജ്യത്തിനെ അപമാനിക്കുകയെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ആ സമയം നമ്മുടെ ഊർജം മുഴുവൻ ആവാഹിച്ചുകൊണ്ട് ഒരുമിച്ച് പാടി നോക്കും. അപ്പോഴാണ് ഒരുമിച്ച് പാടുന്നതിൻ്റെ സുഖവും അതിൻ്റെ പ്രയോഗവും നമുക്ക് മനസ്സിലാവും. ജനഗണമന അധിനായക ജയ ഹേ ഭാരത ഭാഗ്യ വിദാത പഞ്ചാബ് സിന്ധ് ഗുജറാത്ത് മറാഠ, അങ്ങനെ തന്നെ പാടണം. അങ്ങനെ പാടിയാലേ ഈ പാട്ട് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്ന ശാസ്ത്രീയമായിട്ടുള്ളൊരു ഗുണം നമുക്ക് കിട്ടും ഒരുമിച്ച് പാടുന്നു. വേറൊന്നാണ്, നമ്മളിപ്പോൾ ജനഗണമന പാടുമ്പോൾ അതിന് ചില രീതികളൊക്കെ ഉണ്ട്, നമുക്കത് മാറ്റാനൊക്കില്ല, നിയമപരമായിട്ടുള്ള കാര്യം. പക്ഷെ ഞാൻ എൻ്റെ കേരള യൂണിവേഴ്സിറ്റിയിലെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഞങ്ങൾക്കൊരു പ്രാർത്ഥനാ ഗീതം ഉണ്ടായിരുന്നു, പ്രകൃതിയെ സ്തുതിക്കുന്ന ഒരു ഗീതം. അത് ഞങ്ങൾ പാടുമ്പോൾ എല്ലാവരും കൈകോർത്ത് പിടിച്ചു വെച്ചാണ് പാടും, ഒരു വട്ടമായിട്ട് കൈകോർത്ത് പിടിച്ചിട്ട് പാടും. അപ്പോഴാ ഒരുമിച്ച് പാടുന്നു എന്നുള്ളതിൻ്റെ ഒരുമയെ ഒന്നും കൂടെ നമ്മൾ ഭൗതികമായിട്ടും കൂടെ നമ്മളൊന്നും കൂടെ ബലപ്പെടുത്തുക. അപ്പോൾ ഇത്തരത്തിൽ പാട്ട് ഒരുമിച്ച് പാടുക എന്നുള്ള ആ സങ്കല്പം അതിൻ്റെ പൂർണ്ണ പ്രയോഗത്തിൽ നമ്മൾ വരുത്തിയാൽ ജീവിതത്തിൽ ഒരുപാട് കാര്യത്തിൽ ഒരുമയുണ്ടാകുകയും ജനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചും കൂടെ സാഹോദര്യം വർദ്ധിക്കുകയും മതസൗഹാർദ്ദം വർദ്ധിക്കുകയും എല്ലാം ചെയ്യുന്ന കാര്യമാണ് ഈ ഒരുമിച്ച് പാടുക എന്നുള്ളത്. അങ്ങനെ നമ്മൾ 4 സുഖങ്ങൾ പിന്നിട്ടു. പാടുന്ന സുഖം, പാടി കേൾപ്പിക്കുന്ന സുഖം, പാട്ട് കേൾക്കുന്ന സുഖം, ഒരുമിച്ച് പാടുന്ന സുഖം. ഇനി നമ്മൾ 5ാമത്തെ സുഖം പറയാൻ പോവുകയാണ്. നിർഭാഗ്യവശാൽ അത് നമുക്ക് എല്ലാവർക്കും പറഞ്ഞിട്ടുള്ളതല്ല. അത് പാട്ടിനെ സൃഷ്ടിക്കുമ്പോൾ ഉണ്ടാകുന്ന സുഖം. പിന്നെ കമ്പോസറിന് പറഞ്ഞിട്ടുള്ളത് ടു ക്രിയേറ്റ് എ സോങ്, അതിൽ കൂടെ കിട്ടുന്ന സുഖം, അത് സർഗസൃഷ്ടിയുടെ സുഖമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. നമുക്കെല്ലാം ചെറിയ തോതിൽ അത് ചിലപ്പോൾ സാധിക്കും. നമ്മൾ പാരഡി ഉണ്ടാക്കിയോ ചെറിയ കവിതകൾ ഉണ്ടാക്കിയോ ഒക്കെ ചെയ്യുമ്പോൾ അതിനെ പാട്ട് കൊടുക്കുമ്പോൾ നമുക്ക് സാധിക്കും. പക്ഷെ അതിന് ഭാഗ്യം ചെയ്തവരാണ് ദേവരാജനെ പോലുള്ളവർ, എത്രമാത്രം പാട്ടുകളെ സൃഷ്ടിച്ചിരിക്കുന്നവർ. അപ്പം ആ സൃഷ്ടിയുടെ സുഖം അതൊരു വളരെ അത്യപൂർവമായിട്ടൊരു കാര്യമാണ്. നമുക്കത് സാധാരണക്കാർക്ക് പറഞ്ഞ് ബോധിപ്പിക്കാനൊന്നും നമുക്ക് ചിലപ്പോൾ സാധിക്കില്ല. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാകുമായിരിക്കും ആ കമ്പോസറുടെ സുഖമാണ്. നമ്മുടെ A.R. റഹ്മാനും ഇളയരാജയും പിന്നെ ദേവരാജനും അതുപോലെ ദക്ഷിണാമൂർത്തി, ഇപ്പോഴത്തെ M. ജയചന്ദ്രൻ, ഇവർക്കെല്ലാം അസുഖം കിട്ടുന്നവരാണ്. യഥാർത്ഥത്തിൽ നമ്മൾ അവരെല്ലാം പലരും പിന്നണിയിലാണ്. നമ്മളിപ്പോൾ യേശുദാസിന്റെ പാട്ട് കേട്ടാൽ നമ്മൾ കൂടുതലും യേശുദാസിനെയാണ് ചിന്തിക്കുന്നത്. യഥാർത്ഥത്തിൽ അതിനെ സംഗീത സംവിധാനം ചെയ്ത് അതിൻ്റെ പുറകിൽ ബാക്ക്ഗ്രൗണ്ട് ഇൻസ്ട്രുമെന്റ്സ് വെച്ച് ആ കവിതയുടെ വരികൾ രചിച്ച് അതൊന്നും നമ്മൾ എല്ലാം യേശുദാസിനെ അട്രിബ്യൂട്ട് ചെയ്യാറാണ് പതിവ്. ആ കമ്പോസറാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും സുഖം അനുഭവിച്ചത്. ഇതെല്ലാം യേശുദാസിനെ കൊണ്ട് പാടിപ്പിച്ച് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്താണെന്ന് തീരുമാനിച്ച് പാട്ടിൻ്റെ ഈണം എന്താണെന്ന് തീരുമാനിച്ച് അതെല്ലാം ചേർത്ത് സൃഷ്ടിച്ച് പുറത്തിറക്കുന്നത് സംഗീത സമുദായം. അപ്പോൾ ആ സുഖം നമ്മൾ അറിഞ്ഞിരിക്കുക, അങ്ങനെ ഒരു സുഖം ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുക, നമുക്ക് എല്ലാവർക്കും പറഞ്ഞിട്ടുള്ള സുഖമല്ല. ഇനിയും സുഖങ്ങളെക്കുറിച്ച് പറയാൻ സാധിക്കും. പക്ഷെ ഞാൻ ഇന്നത്തെ പ്രഭാഷണത്തിൽ കരുതുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ പഠനങ്ങൾ നടത്താനുണ്ടെങ്കിൽ അത് പറയുക, അത് കേൾക്കുക, അതിനോട് പ്രതികരിക്കുക എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു സുഖത്തിനെ കുറിച്ച് പറയാം. ഞാനിത് പറയുമ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരനെ ഓർക്കുന്നത്, അദ്ദേഹം പാടാനറിയില്ല, അദ്ദേഹം പാടാൻ ശ്രമിക്കാറില്ല, പക്ഷെ അദ്ദേഹം പാട്ട് കേൾക്കുന്നതാണ്, ഭയങ്കരമായിട്ട് പാട്ട് കേൾക്കുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു സുഖം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കണ്ടാൽ അദ്ദേഹം ഇപ്പം കേട്ട് സുഖിച്ച ഒരു പാട്ടിനെ കുറിച്ച് നമ്മളത് പറയുന്നു. അപ്പോൾ ഞാൻ വീണ്ടും നേരത്തെ പറയാണ്, പാട്ടിൻ്റെ ഒരു സുഖം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള പാട്ടിനെ കുറിച്ച് നമുക്ക് ഇഷ്ടമുള്ളവരോട് സംസാരിക്കുന്ന സുഖം. ഇത് പാട്ട് തരുന്ന സുഖമാണ്. ഞാൻ അടുത്ത ഇടയ്ക്ക് എൻ്റെ കോളേജിൽ പഠിച്ച ഒരു സുഹൃത്തുമായിട്ട്, ഞങ്ങളെല്ലാം റിട്ടയർഡാണ്, ഞാനിവിടെ പ്രസംഗിക്കാൻ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ അടുത്ത്. അപ്പോൾ വീട്ടിൽ ചെന്ന് ഭക്ഷണം കഴിച്ചു, അദ്ദേഹവും കൂടെ കാറിൽ യാത്ര ചെയ്തു. അപ്പം ഞങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങ് വരെ ആ സ്ഥലത്ത് ഏകദേശം 1 മണിക്കൂർ എത്തുന്നവരെ പാടിക്കൊണ്ട്, പാടുക മാത്രമല്ല ആ ഓരോ വരി പറയുമ്പോഴും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും, അയ്യോ അതെന്തൊരു പാട്ടാണ്, അതെന്തൊരു പാട്ടാണ്, അത് ഇന്ന വരി ശ്രദ്ധിച്ചിട്ടുണ്ടോ? ജാലകത്തിര ശീല നീക്കി
ജാലമെറിയുവതെന്തിനോ തേൻ പുരട്ടിയ മുള്ളുകൾ കരളിലെറിയുവതെന്തിനോ. ആ വരി പറഞ്ഞിട്ട് നമ്മൾ അനുവിനെ സ്പർശിക്കുകയാണ്. എന്തൊരു വരിയല്ലേ അച്യുശങ്കർ, എന്തൊരു വരിയാണെന്ന് പറയും. നമ്മൾ ആ സുഖം, നമ്മൾ രണ്ടുപേരും ആ ഒരേ സുഖത്തിന്റെ തലത്തിലെത്തി, അതിനോടുള്ള സ്നേഹത്തിന്റെ തലത്തിലെത്തി എന്ന് പരസ്പരം പറയുന്നതിൽ നമുക്കൊരു സുഖം. നമ്മൾ സിനിമ കാണുമ്പോഴും അങ്ങനെയല്ലേ, നമ്മൾ സിനിമ കണ്ടിട്ട് നമുക്ക് അടുത്തേക്ക് പറയണം ആ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു, ഭയങ്കര ഗംഭീരമായിരുന്നു എന്ന് പറയും. അപ്പൊ അത്തരത്തില് ഇനിയും സുഖങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും. പാട്ടിനെ കുറിച്ച് സംസാരിക്കുന്ന സുഖം, പാട്ട് രേഖപ്പെടുത്തി വെക്കുന്ന സുഖം, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആർക്കൈവിംഗ് ആണ് ശരിക്കും. ഒരുപാട് പേര് ചെയ്യാറുണ്ട്. നമുക്ക് ഇന്റർനെറ്റിൽ നോക്കിയാൽ നമുക്കറിയാം ഏത് പാട്ടിന്റെ വരി കാണണമെങ്കിലും നമുക്ക്. പിന്നെ ചിലർ ഇതിന്റെ സാങ്കേതികത്വം നോക്കാനായിട്ടുള്ള താല്പര്യമുണ്ട്. ഏത് രാഗത്തിലാണ് ഈ പാട്ട്, ഏത് താളത്തിലാണ്, അല്ലെ അതിനകത്ത് പ്രാസമുണ്ടോ, അതിനകത്ത് എന്ത് പറഞ്ഞിരിക്കുന്നു, അതിന്റെ കാവ്യ ബിംബങ്ങൾ എന്താണ്, ഇങ്ങനെയൊക്കെ അനേകം രീതിയിൽ പാട്ടുകൾ നമുക്ക് രസത്തോടെ കാണാനും സന്തോഷിക്കാനും സാധിക്കും. അപ്പം ഞാൻ ഏകദേശം 1 മണിക്കൂറായി സംസാരിച്ചിട്ട്. അപ്പം ഞാൻ നിങ്ങളോട് നിങ്ങൾക്ക് അഭിപ്രായം പറയാം, നിങ്ങൾക്കുള്ള പാട്ടിനോടുള്ള ഇഷ്ടം പറയാം, പാട്ടിൻ്റെ സുഖങ്ങൾ, നിങ്ങൾ അനുഭവിക്കുന്ന സുഖങ്ങളെ പറ്റി നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു ചെറിയ ചർച്ചയിലൂടെ നമുക്ക് ബാക്കി സമയം നമുക്ക് ചെലവഴിക്കാൻ പറ്റും. ഓക്കെ അല്ലേ സുനിൽ മാഷ്? കേട്ടൂടാ? കേൾക്കാമോ? ഇപ്പല്ലേ? ഓക്കെ അല്ലേ? ആ എല്ലാവർക്കും അഭിപ്രായം പറയാം കേട്ടോ. സാർ പറഞ്ഞില്ലേ, സാർ ഒരുപാട് പാട്ടിന്റെ സുഖങ്ങളെ പറ്റി പറഞ്ഞു. പാടുന്ന സുഖം, പാടി കേൾപ്പിക്കുന്ന സുഖം, പാട്ട് കേൾക്കുന്ന സുഖം, കൂടി പാടുന്ന സുഖം, പാട്ട് സൃഷ്ടിക്കുന്ന സുഖം, ഇഷ്ടഗാനങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ കിട്ടുന്ന സുഖം, അതുപോലെ പാട്ട് എഴുതുമ്പോൾ ഒരു സുഖമല്ലേ സാറേ? പാട്ട് എഴുതുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ. കവിത എഴുതുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ? തീർച്ചയായിട്ടും. നമുക്ക് ഒരുപാട് സുഖം ചേർക്കാൻ ഒക്കും. വളരെ നേർത്ത സുഖങ്ങൾ ചേർക്കാൻ ഒക്കും. പിന്നെ അതിനെപ്പറ്റി ഓർമ്മിക്കുമ്പോൾ ഉള്ളൊരു സുഖമുണ്ട്. അതും ഒരു പ്രധാനപ്പെട്ട സുഖമാണ്. ചുമ്മാ നമ്മുടെ സാറേ ഞാന് ഈ പണ്ടൊക്കെ ചെറുതായിട്ടൊന്നും പാടുമെങ്കിലും ഈ മദ്യപാനമൊക്കെ നിർത്തി ഈ പാട്ടിലേക്ക് വന്നിട്ട് ഞാൻ തന്നെ റെക്കോർഡ് ചെയ്ത് ഞാൻ തന്നെ കേൾക്കുമ്പോ വല്ലാത്തൊരു സുഖമാണ് ഉണ്ടാവുന്നത്. ഇതിന്റെ ഒരു രീതിയിൽ ഞാന് മുമ്പ് പാടി ഈ ശാസ്ത്രീയമായി അറിയാതെ തന്നെ സംഗീതമേ അമരസല്ലാവമേ, അല്ലെങ്കിൽ അതിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം, അല്ലെങ്കിൽ ശങ്കരാഭരണത്തിലെ പാട്ടുകള്, ബാലസുബ്രഹ്മണ്യം ഇതിന് ശാസ്ത്രീയമായ അറിവില്ലെങ്കിലും ഇതെല്ലാം പാടി. അപ്പൊ എനിക്കൊരു രീതി, അദ്ദേഹത്തിന് പാടാമെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് പാടിക്കൂടാ? ഞാൻ അദ്ദേഹം പാടിയ ക്ലാസിക്കൽ ഗാനങ്ങള് ഞാൻ തന്നെ പാടി. സാർ നേരത്തെ പറഞ്ഞാണ് എനിക്ക് എങ്ങും പോയി ഇത് പ്രകടിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. ആ അവസ്ഥയില് രണ്ടുപേര് പാടിക്കോ? ശങ്കര നാഥ ശ്രീരാവര രണ്ടുപേര് പാടിക്കോ? ഞാൻ അതല്ല ഉദ്ദേശിച്ച. ഓംകാരനാഥാണ്. ഓംകാരനാഥാനുസന്ധാന മൗഗാനമേ ശങ്കരാഭരണം. ഇത് പാടിയിട്ട് ഇപ്പൊ 1 ദിവസമായി. ഇതിന്റെ പുറകെ വർഷങ്ങളോളം നടന്നേ. ഇതിന്റെ ബാക്കിയുള്ള ഈ സരിഗമ പതിനേറുള്ള എല്ലാം ഞാനിരുന്ന് കാണാതെ പഠിച്ചു. അതുപോലെ തന്നെ ശരത്ത്, നമ്മളെ സംഗീത സംവിധായകൻ ശരത്ത് ചെയ്ത ഒരു പാട്ടുണ്ട്, അതായത് സിന്ദൂര രേഖയ്ക്കകത്ത് ഒരു പാട്ട്, അത് ഇത്രയും കാര്യങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ ഇങ്ങനെയുള്ള പാട്ടുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഈ മദ്യപാനം നിർത്തിയത് മാത്രമാണ് അതിലേക്ക് ഞാനിപ്പോ മദ്യപാനം നിർത്തിയിട്ട് 13 വർഷമായി. ഇതിനെ ഇതേന്നും പറഞ്ഞ് മുന്നേറായിരുന്നു.
ഒരിക്കല് ശങ്കര ഈ സംഗീതമേഖല സല്ലാമി എന്നുള്ളത് പാട്ട് ഞാൻ ശബ്ദം നിന്നുപോയി. ലൈവായിട്ട് പാടുകയും ചെയ്തു. ഓ, കാരണം ഇത് നമ്മളെ സർഗാത്മക ശേഷിയെ നശിപ്പിക്കുന്നതാണ് ഈ മദ്യപാനം എന്ന് പറയുന്നത്. അല്ല, സർഗാത്മകമായ നമുക്കുള്ള ഒരു ശേഷിയെ നശിപ്പിക്കുന്നതാണ് ഈ മദ്യപാനം കൊണ്ട് അത് നോക്കുന്നില്ലെങ്കിൽ സാറ് പറഞ്ഞപ്പോ വീണ്ടും വീണ്ടും അതിനെ തുടരാനുള്ള ഒരു രീതി. ഞാൻ ചാരിക്കിടക്കുന്നുണ്ട്, സന്തോഷം. ചാരിക്കിടക്കുന്നോണ്ടാണ് ശ്വാസം കിട്ടാത്തത്. നമ്മൾ ഈസി ചെയറിലാണ് കിടക്കുന്നത്. എന്റെ അഭിപ്രായം, ഇനി മദ്യപാനം നിർത്തിയിട്ട് 12 വർഷം ആയതുകൊണ്ട് മദ്യപാനം നിർത്തിയെന്ന് നീ പറയണ്ട. നമ്മൾ സാധാരണ ജീവിക്കുകയാണ്. അപ്പൊ പിന്നെ മദ്യപാനത്തിനെ കുറിച്ച് നീ പറയണ്ട. പിന്നെ പാട്ട്, മദ്യപാനം എന്ന് പറയുന്നത് സാറേ, ഇപ്പോഴും മദ്യം നമ്മൾ പോകാൻ വലിയ ദൂരമൊന്നുമില്ല. ആണെങ്കിലും ഞാൻ പറഞ്ഞു ഇപ്പം മദ്യപിക്കുന്നില്ലല്ലോ, അപ്പൊ പിന്നെ അത് പ്രത്യേകം പറയില്ല. അതിനുള്ള അല്ല, ഇതൊരു ക്ലാസ് ഒക്കെ എടുക്കാനുള്ള വലിയ ദൂരങ്ങളൊന്നും ഇല്ല. അപ്പൊ നമ്മള് ഇതിന് നമ്മളെ ഒരു സംഘടനയുണ്ട് ഇതിന്. മദ്യപാനം നിർത്തിയ കൊല്ലത്തെ നല്ലൊരു കൂട്ടായ്മയുണ്ട്. ഒരു 100-500 പേരോളം ഉണ്ട് കൊല്ലത്ത്. ഞങ്ങളവിടെ ആഘോഷിക്കും എല്ലാ ആഘോഷങ്ങളും. അതായത് നമ്മള് ന്യൂ ഇയർ ഒക്കെ ഞാൻ ആദ്യമായിട്ടാ ലൈവായിട്ട് കാണുന്നത്. ഉദയൻ ഇവിടെ സംസാരിച്ചത് ഒരു പുതിയൊരു വിഷയത്തെ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്നു. ഞാൻ അതുകൂടെ ഇവിടെ ഇരിക്കുന്നവരടുത്ത് പറയാം. അതായത് അദ്ദേഹം ചെയ്ത ഒരു സുപ്രധാനമായ കാര്യം, അദ്ദേഹം പാടി റെക്കോർഡ് ചെയ്ത് കേട്ടു. ഞാൻ നിങ്ങളോട് എല്ലാവരോടും റെക്കമെൻഡ് ചെയ്യുക. നമ്മുടെ ഈ തലച്ചോറ് എന്ന് പറഞ്ഞൊരു കമ്പ്യൂട്ടറാണ്. ഇപ്പം ഞാനിപ്പോൾ പാടുന്ന സമയം എൻ്റെ തലച്ചോറിൻ്റെ ശ്രദ്ധ മുഴുവൻ ഈ പാട്ട് സൃഷ്ടിക്കുന്നതിലേക്ക് മാറും. ഇവൻ പ്രസംഗിച്ചാൽ പോലും തലച്ചോറ് മുഴുവൻ ആ പ്രസംഗം സൃഷ്ടിക്കുന്നതിലേക്ക് മാറും. അപ്പൊ ഈ ശബ്ദം നമ്മുടെ ചെവിയിൽ വീഴുന്നുണ്ടെങ്കിലും നമുക്കത് അപഗ്രഥിക്കാനായിട്ട് ഒക്കില്ല. കാരണം അത് നമ്മുടെ വായിനിപ്പോൾ ഒരു ശബ്ദം വന്നാൽ അത് നേരെ ചെവിയിലോട്ട് ചെല്ലുന്നില്ലല്ലോ. അത് വളരെ ഇൻഡയറക്റ്റ് ആയിട്ട് കുറച്ച് ശബ്ദമേ ചെവി കിട്ടൂ. നമ്മളൊരാളുടെ ചെവിയിൽ പാടുന്നത് പോലെ നമ്മുടെ ചെവിയിൽ അത് കേൾക്കില്ല. ഇതൊരു പാട്ടുകാർക്ക് അറിയാവുന്നൊരു കാര്യം. യേശുദാസ് ഒരു സ്ഥലത്ത് ഗാനമേളയ്ക്ക് ചെന്നാൽ അദ്ദേഹം ആദ്യം ചോദിക്കും, ഫീഡ്ബാക്ക് ഉണ്ടോ? തെറ്റ് നമുക്ക് തന്നെ കണ്ടുപിടിക്കാം. അതെ, ഫീഡ്ബാക്ക് ഉണ്ടോ എന്ന് ചോദിക്കും. ലൈവായിട്ട് പാടുകയാണെങ്കിൽ അപ്പോൾ സ്പീക്കർ ചെവിയിലോട്ട് അടിക്കും. അപ്പോഴും നമുക്ക് നമ്മുടെ പാട്ട് കുറെ കൂടെ കേൾക്കാനായിട്ട് ബ്രെയിനിന് സാധിക്കും. നേരിട്ട് റെക്കോർഡ് ചെയ്ത് കേൾപ്പിച്ച ഒരു വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിനെ അപ്പൊ പാടുന്നില്ല, നമ്മൾ കേൾക്കുന്നേ ഉള്ളൂ. അപ്പൊ കേൾക്കുമ്പോൾ ബ്രെയിനിന് കംപ്ലീറ്റ് നമ്മുടെ പാട്ടിനെ അപഗ്രഥിക്കാനും ഇന്ന ഭാഗം കൊള്ളാമല്ലോ എന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞു തരാനും ഇന്ന വിധത്തിൽ കൂടെ മെച്ചപ്പെടുത്തണമല്ലോ എന്ന് പറയാൻ സാധിക്കുന്നുണ്ട്. ശ്രീ ഉദയൻ ചെയ്ത ആ കാര്യം വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്. രണ്ടാമതൊരു കാര്യം പറയാം, ഈ ഫീഡ്ബാക്ക് കിട്ടുന്നതിൻ്റെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രതിഭാസമാണ് ബാത്റൂമിൽ നിന്ന് പാടുന്ന ഒരുപാട് പേര്. ബാത്റൂം സിംഗർ എന്ന് തന്നെ ഒരു വാക്കുണ്ട്. ചിലരെങ്ങനെ പറയും, എനിക്ക് പാട്ടെന്ന് പറഞ്ഞുകൂടാ, ഞാൻ ബാത്റൂം സിംഗറാണ്. എന്തുകൊണ്ടാണ് ബാത്റൂമിൽ നിന്ന് പാടുന്നത്? അത് ശാസ്ത്രമുണ്ട്. അതായത് നമ്മൾ ബാത്റൂമിനകത്ത് സാധാരണ ചുവരുകളെല്ലാം ടൈലിട്ടിരിക്കും. അതിന് പുറമെ തറയിലും ടൈലുണ്ട്. അതിന് പുറമെ നമ്മളതിൽ വെള്ളവും കൂടെ ഇട്ടു. അല്ല, വെള്ളം നമ്മുടെ ഇന്ത്യൻ ബാത്റൂം വെച്ച തറയിലൊക്കെ എപ്പോഴും വെള്ളം കാണും. അപ്പൊ നമ്മൾ അതിനകത്ത് പഴയ അടഞ്ഞ മുറിയാണ്. ഈ പാടിയിൽ ഈ ടൈല് നല്ല സ്മൂത്ത് ആയതുകൊണ്ട് റിഫ്ലക്ട് ചെയ്ത് നമുക്ക് ഫീഡ്ബാക്ക് കിട്ടും കൂടുതലായിട്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണേൽ ശ്രദ്ധിച്ചാൽ, നമ്മുടെ കുളിമുറിക്കകത്ത് കണ്ണാടി ഉണ്ടെങ്കിൽ നമ്മൾ ആ കണ്ണാടിയുടെ അടുത്ത് ചെന്ന് നിന്ന് പാടിയാൽ, മുഖം നോക്കി പാടിയാൽ പെട്ടെന്ന് റിഫ്ലക്ഷൻ ചെറിയില്ല. നമ്മളാണോ പാടുന്നതെന്ന് നല്ല മനോഹരമായിട്ട് കേൾക്കുന്നു. അപ്പൊ നമുക്ക് ഞാൻ കരുതുന്ന നമുക്ക് ഓരോരുത്തർക്കും നമ്മൾ ഏറ്റവും നന്നായിട്ട് പാടുന്നത് നമ്മൾ ഇതുവരെയും അച്ചീവ് ചെയ്തിട്ടില്ല. കാരണം നോബഡി ടോൾഡ് us this. നമ്മളൊരു മൈക്ക് എടുത്ത് ഫീഡ്ബാക്ക് ഉള്ള ഒരു ഹാളിൽ പോയി പാട്ട് പാടിയാൽ നമ്മൾ സാധാരണ പാടുന്നതിനേക്കാളും 50 മുതൽ 60% മെച്ചമായിട്ട് നമുക്ക് പാടാൻ സാധിക്കും. നമുക്ക് എല്ലാവരും പാടിക്കാൻ ഫീഡ്ബാക്ക് കൊടുത്തില്ലെങ്കിൽ അദ്ദേഹം സാധാരണ പാടുന്നതിന്റെ എഫക്റ്റ് ശ്രദ്ധിച്ചിട്ടില്ലാത്തൊരു കാര്യം. അതെ, ഫീഡ്ബാക്കോടെ പാടിയാൽ നമുക്ക് പാട്ട് നിർത്താൻ ഒക്കില്ല. അപ്പൊ അത്തരത്തിൽ ഒരു സാധനം കൂടെ പാട്ടുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെന്ന് കേട്ടോണം, മനസ്സിലാക്കിക്കോണം. എവിടെയെങ്കിലും പാടാൻ ചെല്ലുകയാണ്, മൈക്ക് കിട്ടുകയാണെങ്കിൽ എപ്പോഴും ചോദിക്കണം ഫീഡ്ബാക്ക് ഉണ്ടോ എന്ന് ചോദിക്കണം. കാരണം ചെയ്യണം.
ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ സ്റ്റേജിലേക്ക് തന്നെ 2 സ്പീക്കർ തിരിച്ചു വെക്കും. അതായത് പ്രത്യേക കണക്കിൽ വെച്ചില്ലെങ്കിൽ ഹൗളിംഗ് ഉണ്ടാവും. അത് കറക്റ്റായിട്ട് വെക്കും. അല്ല, ഓഫീസിൽ ഇരുന്ന് ഞാൻ പാടും. അപ്പൊ ഓണാഘോഷത്തിനൊക്കെ ഇവരെ വിളിക്കും. എനിക്ക് ഇപ്പോഴും ഈ പുറം ലോകത്തോട്ട് ഈ പാടാനൊരു ഒരു ധൈര്യമില്ല. നമുക്ക് പുറം ലോകം വേണമെന്നില്ല. നമുക്ക് അതിന്റെ ധൈര്യം വേണം പുറം ലോകത്തോട്ട് പോയാൽ. നമ്മൾ ചെറിയ ചെറിയ അതെ, പാടാം. ഓണാഘോഷത്തിനൊക്കെ ഞാൻ മുങ്ങിയാണ് ചെയ്യുന്നത്. കാരണം ഓഫീസിൽ ഇരുന്ന് എല്ലാ പാട്ടുകളും, കാരണം 4 പേരോ 5 പേരോ ഉള്ളൂ ഞങ്ങൾ ഓഫീസില്. ഓ. അവിടെ ഇരുന്നെല്ലാം പാടും. ഇവരൊക്കെ പറയും നമുക്ക് പോവാം, അങ്ങോട്ട് പോവാന്ന്. ഞാൻ അന്നേരം സ്കൂട്ടി ചെയ്ത് പോയാണ് ചെയ്യുന്നത്. കാരണം അത്രയ്ക്കുള്ള ഒരു രീതി, ആ മാനസികമായിട്ടുള്ളൊരു ഡെവലപ്പ് വന്നിട്ടില്ല. നമ്മുടെ കംഫർട്ട് സോണിൽ നമ്മൾ പാടിയായിരുന്നു. നമുക്ക് എനിക്ക് ചെറുതായിരുന്നപ്പോൾ ചെറിയ ഗ്രൂപ്പുകളിലെ പാടാനായിട്ടുള്ള ധൈര്യം ഉണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് അങ്ങനെയല്ല. 10,000 പേരുടെ മുമ്പോട്ട് നിർത്തിയാലും നമുക്ക് പാടാം. പക്ഷെ അത് നമ്മുടെ കംഫർട്ട് സോൺ വരുമ്പോൾ മാത്രമേ നമ്മൾ അത് ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ ചെയ്താൽ ആ സമയത്ത് പെർഫോമൻസ് ചെയ്യാനിരിക്കില്ല. എൻ്റെ തന്നെ ഇപ്പൊ താങ്കൾ പറഞ്ഞതനുസരിച്ച് ഞാനൊരു കാര്യം കൂടെ പറയാം, എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ സ്കൂളിൽ പാടിയിട്ടേ ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പാടണം. അപ്പൊ ഞാൻ ഒരു ദിവസം യൂത്ത് ഫെസ്റ്റിവലിന് പേര് കൊടുത്തു, തിരുവനന്തപുരത്തെ മോഡൽ സ്കൂൾ. അപ്പൊ ഞാൻ വിചാരിച്ചു ആ പേര് വിളിക്കുമ്പോൾ കയറി സ്റ്റേജിൽ കയറി പാടി ഷൈൻ ചെയ്ത് പിന്നെ ഒരു പാട്ടുകാരനായിട്ട് അറിയപ്പെടും എന്ന് വിചാരിച്ചു. അങ്ങനെ പേര് കൊടുത്തിട്ട് ഞാൻ അവിടെ മിണ്ടാതിരുന്നു. ഇത്തിരി ടെൻഷനൊക്കെ ആയിരുന്നെങ്കിലും മിണ്ടാതിരുന്നു. പാടാൻ വെച്ചിരിക്കുന്ന പാട്ട് തന്നെ ഇപ്പോഴും നോക്കിയപ്പോൾ വളരെ തെറ്റായിട്ടുള്ളൊരു ചോയ്സ് ആയിരുന്നു. കാരണം ചക്രവർത്തിനി എന്ന് പറഞ്ഞ പാട്ടാണ്. അതിൽ ഭയങ്കര ഹൈ പിച്ച് നോട്ട് വരും. പാടാനായിട്ട് ഇച്ചിരി നല്ല പ്രാക്ടീസ് ഉണ്ട്. ചക്രവർത്തിനി ആ പാട്ടാണ് പാടാൻ തയ്യാറായിരിക്കുന്നത്. അപ്പൊ എന്ത് അപകടം എന്ന് വെച്ചാല് ഉച്ചയ്ക്ക് ഇങ്ങനെ ഈ ലളിതഗാന മത്സരം ആരംഭിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ് നമ്മുടെ ഇതിനു വേണ്ടി. അപ്പൊ ആ സാറ് അനൗൺസ് ചെയ്ത സാറ് കടുങ്കൈ കാണിച്ചു തന്നു. അദ്ദേഹം പറഞ്ഞു ലളിതഗാന മത്സരത്തിൽ പങ്കെടുക്കുന്നവർ സന്തോഷ്, അനന്തകൃഷ്ണൻ, അച്യുശങ്കർ എന്ന പേര് പറഞ്ഞപ്പോൾ കൂട്ടുകാരെല്ലാം കൂടെ എന്നെ കളിയാക്കി. നീ പാടാൻ പോണം എന്ന് പറഞ്ഞിട്ട് കളിയാക്കിയപ്പോഴത്തേക്ക് ഞാൻ അങ്ങ് എൻ്റെ എല്ലാ ധൈര്യവും പോയി. ഞാനപ്പോൾ എൻ്റെ പേര് വിളിക്കുന്ന ഓർഡർ എനിക്ക് മനസ്സിലായതുകൊണ്ട് തൊട്ട് പേര് വിളിക്കുന്നതിന് മുമ്പ് ഞാൻ കൂട്ടുകാരത്ത് പറഞ്ഞു ഞാനിപ്പോൾ ഒന്ന് യൂറിനലിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ഓടിപ്പോടുന്നു. അവിടെ നിന്ന് പേര് 3 തവണ വിളിച്ച് ക്യാൻസൽ ചെയ്യുന്നത് കേട്ടിട്ടേ ഞാൻ തിരിച്ചു വന്നുള്ളൂ. അങ്ങനെ ഒരിക്കലും പാടില്ല. അപ്പോൾ നമുക്ക് കംഫർട്ട് സോണിൽ നിന്ന് വേണം നമ്മൾ ചെയ്യാൻ. നമ്മുടെ വീട്ടിനകത്ത് പാടുന്നതാണ് നമുക്ക് സന്തോഷം. എനിക്ക് വിദാസന്റെ അനകസങ്കല്പ ഗായിക എന്നും പറഞ്ഞൊരു പാട്ടുണ്ടല്ലോ സാറേ. പിന്നെ അനഘസങ്കൽപ്പ ഗായികേ മാനസ ഇലെന്റെ കിനാവുകൾ ഞാൻ ഇപ്പൊ ജോയിൻ ചെയ്തേയുള്ളൂ. ഇവിടെ ഇല്ലായിരുന്നു, ഇപ്പൊ വന്ന് ജോയിൻ ചെയ്തേയുള്ളൂ. എന്റെ പേര് അനിൽ എന്നാണ്. എന്റെ പേര് അനിൽകുമാർ, വെഞ്ഞാറമൂട്. സംസാരിക്കണം കേട്ടില്ല. അപ്പം പ്രഭാഷണമൊന്നും കേട്ടില്ലേ സാർ? ഏകദേശം കേട്ടു ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. ഇപ്പൊ വന്ന് ജോയിൻ ചെയ്തേ ഉള്ളൂ. അന്ന് താമസിച്ചു, യാത്രയിലായിരുന്നു. വേറെ ആരോ ചോദ്യം ചോദിക്കുന്നുണ്ടല്ലോ. സാറ്, ഞാൻ ജിതേന്ദ്രരാജാണ്. ഓ, പറയണം. നമ്മള് തമിഴ് മീറ്റ് ചെയ്തിട്ടുണ്ട് ശാന്തിഗിരിയിൽ വെച്ച്. ഓ, കവിയാണോ? കവിയാണോ? അല്ല, ഗായകനാണ് സാർ. ഗായകൻ. ഓ, വെരി ഗുഡ്. ഒരു പാട്ട് പാടിക്കൂ. ഓക്കെ, ഞാനിപ്പോ ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ സാർ പറഞ്ഞല്ലോ, ചില രാഗങ്ങള്, ചില താളങ്ങള്, ഇതൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. ചില രാഗങ്ങൾ ഇഷ്ടപ്പെടുന്ന പാട്ടുകാരുണ്ട്. അതുപോലെ തന്നെ ചില താളത്തിൽ പാടാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ട്. ദ്രുതഗതിയിലും അല്ലെങ്കിൽ സ്ലോയില് അല്ലെങ്കിൽ മെലോഡിയസ് ആയിട്ടൊരു മീഡിയം ലെവലിലൊക്കെ പാടുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഏത് തരത്തിലുള്ള പാട്ടുകളും ഓരോരുത്തരുടെ ഇഷ്ടാനുസരിച്ചിട്ട് പാടാൻ കഴിയുന്നതാണ് ഒരു ഗായകനെ സംബന്ധിച്ച് വേണ്ടത്. ദാസേട്ടൻ്റെ സാറ് തന്നെ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു. പല പ്രാവശ്യം യേശുദാസ് എന്നുള്ള പേര് ഉച്ചരിക്കാൻ കാര്യം അദ്ദേഹത്തിന്റെ ഏത് തരത്തിലും അദ്ദേഹത്തിന് പാടാനുള്ള കഴിവുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തെ നമ്മൾ അംഗീകരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പാടിയ ഒരു ജോഗരാഗം, എനിക്ക് ജോഗരാഗം ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ജോഗരാഗത്തിലെ പ്രമദവനം എന്നുള്ള പാട്ടിന്റെ കുറച്ച് ഭാഗം ഞാൻ അതിന്റെ കമ്മിങ് ഉൾപ്പെടെ
നമ്മുടെ പരിമിതികൾക്കുള്ളിൽ പാടാം. അപ്പുറത്ത് എങ്ങനെയാണ് കേൾക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. കിട്ടുന്നുണ്ടോ? പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നു. പാട് പാട് പാടും പാടും. ബഹുദാരി എന്ന് പറഞ്ഞിട്ട് കർണാടക സംഗീതത്തിലൊരു അതെ അതെ, കർണാട്ടിക്കില് വയനാട് പറയുകയാണെങ്കിൽ ബഹുദാരിയായിട്ട് നിൽക്കുന്നതാണ്. ചെറിയ സാമ്യമുണ്ട്. അതല്ലെങ്കിൽ നമുക്ക് പിന്നെ പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞാല് ബഹുദാരി തന്നെ, അല്ലെങ്കിൽ അതേ പക്ഷെ എന്താണെങ്കിലും പറയാനുണ്ട്. വളരെ മനോഹരവും പ്രണയാതുരവും ആയിട്ടുള്ള രാഗം അതെ 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 പറയാതിരിക്കാൻ അതെ. പറ്റും. പഠിക്കും. പ്രമദവനം വീണ്ടും മൃദുരാഗം ചൂടി. പ്രമദവനം വീണ്ടും മൃദുരാഗം ചൂടി. ശുഭസായാഹ്നം പോലെ, ശുഭസായാഹ്നം പോലെ, തെളിദീപം കളിനിഴലിൻ കൈക്കുമ്പിൽ നിറയുമ്പോൾ പ്രമദവനം വീണ്ടും മൃദുരാഗം ചൂടി. ഏതേതോ കഥയിൽ സരയുവിലൊരു ചുടുമിഴി നീർക്കണമായി ഞാൻ. ഏതേതോ കഥയിൽ സരയുവിലൊരു ചുടുമിഴി നീർക്കണമായി ഞാൻ. കവിയുടെ ഗാനരസാമൃത ലഹരിയിൽ ഒരു നവകനക കിരീടമിതണിയുമ്പോൾ ഇന്നിതാ പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി. സമയം അധികം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇത്ര കൊണ്ട് നിർത്തുകയാണ്. ജോഗ്രഹത്തിൽ ഒത്തിരി പാട്ടുണ്ട്. പറയാൻ മറന്ന പരിഭവങ്ങൾ, അതുപോലെ തന്നെ ഒരുമിച്ച് ചേരുന്ന ഇനിയുമെന്ന് ആശിച്ചു. വാഗതീശ്വരി എന്ന് പറയുന്ന ഒരു രാഗം ഇതുമായിട്ട് ഏകദേശം ഒരു സാമ്യമുള്ളൊരു രാഗമാണ് വാഗതീശ്വരി. അങ്ങനെ ഈ പറഞ്ഞ പറയാൻ മറന്ന പരിഭവങ്ങൾ പോലെ തന്നെ ഒരു പാട്ടാണ് അയിത്തം എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ എം ജി രാധാകൃഷ്ണൻ ചേട്ടൻ ചെയ്ത പാട്ടാണ്. ഒരുമിച്ചു ചേരുന്ന ഇനിയുമെന്നാശിച്ചു വിട പറയൂ, ഇനി വിട പറയൂ, കതിർമുഖമാകെ തുടുത്തു ബാഷ്പ കണികകൾ മിഴിയിൽ തുളുമ്പി. പൊന്നുപോലൊരുകുന്ന സായം സന്ധ്യയിൽ ഒന്നും പറയാതെ യാത്രയായി. പാട്ട് അതുപോലെ തന്നെ പറയാൻ മറന്ന പരിഭവങ്ങൾ, അല്ലെങ്കിൽ എന്താ പറയുന്ന വേറൊരു പാട്ടുണ്ട്, വാർമുകിലേ വാനിൽ നീ. ഇതെല്ലാം ജോഗരാഗത്തിൽ ചെയ്തിട്ടുള്ളൊരു പാട്ടാണ്. അപ്പൊ താങ്കൾ ഈ രാഗത്തിനെ പറ്റി പറഞ്ഞപ്പോ എനിക്ക് വലിയ തോന്നിയത് സന്തോഷം. പറഞ്ഞപ്പോ തോന്നി ഞാൻ ഒരാളെ പരിചയപ്പെടുത്തരാൻ. ഓക്കെ ജോഗ് രാഗത്തിന്റെ കാമുകനാണ് അദ്ദേഹം. എന്റെ ഒരു സുഹൃത്താണ്, അത് ഒരു ഡ്രൈവറാണ്. ഞാൻ പരിചയപ്പെടുത്തി തരാം. ഈ രാഗം തീർച്ചയായിട്ടും വേണം സാറേ. നമുക്ക് ഓരോരുത്തർക്കും ഓരോ രാഗങ്ങളോട് പ്രണയം തോന്നാം.
അതിന്റെ പേരൊന്നും നമ്മൾ അറിയണമെന്നില്ല, അല്ലാതെ തന്നെ ഈ രാഗങ്ങളെ അതെ പ്രണയിക്കുന്നവർ അതെ അതെ കാണും. അതെ അതിന്റെ പേര് അറിഞ്ഞൂടാന്നുള്ളതേ ഉള്ളൂ. നമ്മൾ ഈ പിന്നെ കടപ്പുറത്ത് വെച്ച് കണ്ട പേര് ഊരി പറഞ്ഞു ഒരാളെ പ്രണയിക്കുന്നു എന്ന് പറഞ്ഞ പോലെ നമ്മളൊരു പാട്ട് കേട്ടു, അതിനോട് ഇഷ്ടം തോന്നി അതിന്റെ ഈണം കൊണ്ടായിരിക്കും, നമുക്ക് പക്ഷെ അത് അറിഞ്ഞൂടായിരിക്കും. അങ്ങനെ ഈ രാഗങ്ങളുടെ കാമുകന്മാർ വേറെ ഒരുപാട് കാണാം. ഈ രാഗം കർണാടക സംഗീതത്തിൽ ഗണപതിയെ സ്തുതിക്കുന്നൊരു കീർത്തനമുണ്ട്, ഇതുപോലെ ഇരിക്കും ട്യൂണ്. ഭജമാനസ വിഘ്നേശ്വര മനീശം, ഭജമാനസ വിഘ്നേശ്വര മനീശം, ഭജപൂർവാപണ സദന ഗണേശം, ഭജമാനസ വിഘ്നേശ്വര അനീശം. കറക്റ്റ്. ബഹുദാരിയിലും ഒക്കെ അത് ശരിയാണ്. അതുപോലെ തന്നെ ഈ വാഗതീശ്വരിയിൽ വാണി വാഗതീശ്വരി എന്ന് പറഞ്ഞൊരു കീർത്തനമുണ്ട്. അതും ഏകദേശം ഈ ജോഗുമായിട്ട് സാമ്യം വരുന്നതാണ്. അടുത്ത് നിൽക്കുന്നു. അത് ഈ സിനിമയിൽ ഉപയോഗിക്കുമ്പോൾ, ഈ രാഗങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ അവരിപ്പോ അങ്ങനെ അതിന്റെ റൂളൊന്നും ഫോളോ ചെയ്യാറില്ല. അതിന്റെ ചില ഭാഗങ്ങളിലൊക്കെ വേറെ സ്വരങ്ങളൊക്കെ കൊണ്ടുവരികയും ഒക്കെ ചെയ്യും. സാധാരണ ഇന്നസെന്റ് ആയിട്ട് കേൾക്കുന്നവർക്ക് ഇതൊന്നും പ്രശ്നമില്ല, ചുമ്മാ കേൾക്കുക, ആസ്വദിച്ചുകൊള്ളുന്നുണ്ട്. പിന്നെ വേറെ ഹരികാമ്പോജിയുടെ ചില ഫ്രേസുകളൊക്കെ നമുക്ക് ജോഗുമായിട്ടൊക്കെ ഒരു സാമ്യം വരുന്നതാണ്. ഹരികാമ്പോജി എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യം. എന്തായാലും സോൾലൈറ്റ് അക്കാഡമിക്കകത്ത് സംഗീതം വളരെ ആഴത്തിൽ അറിയാവുന്ന ആൾക്കാരുണ്ടെന്ന് അറിയുന്നതിൽ വളരെ സന്തോഷം. സാറ് വന്നത് തന്നെയാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം. അല്ലെ, പാട്ടിന്റെ 5 സുഖങ്ങളും ഇപ്പൊ തന്നെ അറിഞ്ഞു. എന്റെ പേര് ഗീത എന്നാണ്, പത്തനാപുരമാണ്. എനിക്കറിയാം. ഞാനിപ്പോ പാട്ടുമായി ബന്ധപ്പെട്ട പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയും കൂടിയാണ്, സംഗീതജ്ഞനെ പറ്റിയുള്ള. അപ്പോ സാറിന്റെ മറ്റൊരു മുഖം, ശരിക്കും ഒരുപാട് മുഖങ്ങൾ അറിയാമായിരുന്നില്ല, ഈ ഒരു മുഖം ഞാൻ ആദ്യമായിട്ടാണ് അറിയുന്നത്. അതിൽ തന്നെ ഈ പാട്ടിനെ പറ്റി സംസാരിക്കുന്ന ഒരു സുഖം, അത് അറിയാൻ വളരെ സാധ്യതകൾ കുറവാണ് നമുക്ക്. എന്നുവെച്ചാൽ മനസ്സിലാവുമല്ലോ സാറിന്, കാരണം നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയില് ഒരു സീരിയസ് ആയ ഒരു ചർച്ചയ്ക്കൊന്നും അതിനുള്ളൊരു ഒട്ടും തന്നെ ഒരു സാധ്യതയില്ല. നമ്മളെ കേട്ട് സ്വയം ഇങ്ങനെ ആസ്വദിക്കുക. ഇതെന്തായാലും ആ ഒരു വഴി തുറന്നത് ഒരു വലിയ സന്തോഷം ഉണ്ടായി. അതുപോലെ തന്നെ ഞാൻ അനുഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു അസ്വസ്ഥത, അത്യാവശ്യം പാടാൻ കഴിവില്ലാത്തത് കൊണ്ടായിരിക്കും, മനസ്സിൽ സംഗീതം ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷെ ഏറ്റവും വലിയൊരു അസ്വസ്ഥത ഒരു രാഗം തിരിച്ചറിയപ്പെടാൻ കഴിയാതെ വരുമ്പോൾ അതൊരു വല്ലാത്തൊരു അസ്വസ്ഥത തന്നെയാണ്. എവിടെയൊക്കെ ഈ പാട്ട് പഠിക്കാത്തത് കൊണ്ട് കൃത്യമായി നമുക്ക് അറിയത്തുമില്ല. അസ്വസ്ഥതയ്ക്ക് പകരം അതൊരു നമ്മുടെ ഉള്ളിലെ ഒരു വലിയൊരു ജീവനായിട്ട് കരുതിയാണ്. ഉത്കടമായ ഒരു ആഗ്രഹമായിട്ട് കരുതുക അതിനെ. ഈ യഥാർത്ഥത്തില് അതിനെ വളരെ സാങ്കേതികമായിട്ട് നോക്കാതെ, ഇപ്പൊ ഈ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം രാഗം തിരിച്ചറിയാനായിട്ട് നമുക്ക് പരീക്ഷണം ചെയ്യാൻ പറ്റും. നമ്മള് ആത്മവിദ്യാലയമേ അവനിയിലാത്മവിദ്യാലയമേ എന്ന് പാടിയിട്ട് ഞാൻ വേറെ 3 പാട്ട് കേൾപ്പിക്കുന്നു. ഇതായിട്ട് സാമ്യമുള്ളത് ഇത് സാമ്യം ഉണ്ടോ എന്ന് ചോദിക്കുന്നു. മാനസ സഞ്ചരരേ ബ്രഹ്മണി മാനസ സഞ്ചരരേ. ശരിക്കും ഒരു മ്യൂസിക്കൽ ട്രെയിനിങ്ങോ തിയറിയോ ഒന്നും ആവശ്യമില്ല. ഇത് കേട്ടപ്പോൾ അതുപോലെ ഇരിക്കുന്നു, അത്രേ ഉള്ളവർക്ക്. ഇത് കേട്ടപ്പോൾ അതുപോലെ ഇരിക്കുന്നു. അപ്പൊ അത് സാധാരണ മനുഷ്യർക്ക് ചെയ്യാനൊക്കും, വളരെ പെട്ടെന്ന് ചെയ്യാനൊക്കും. നമ്മൾ പക്ഷെ അവരെ വിരട്ടി കൈശിക നിഷാദം, കാകളി നിഷാദം, പിന്നെ ഇന്ന ജന്യം എന്നൊക്കെ പറഞ്ഞ് അതോടെ തീർന്നു. നമ്മള് നേരിട്ടാണെങ്കിൽ മനസ്സിലാവും. ചിലരൊക്കെ ഇത് പല പല രാഗങ്ങളി രാഗമാലിയൊക്കെ ആക്കി കഴിയുമ്പോൾ നമുക്ക് ഇത് എവിടെയാണെന്ന് അതിന്റെ ചില ടച്ചസ് ഒക്കെ മനസ്സിലാവും. അത് അങ്ങനെ ഒരു പ്രശ്നം വരും, അതാണ് വിഷയം. അല്ല, അതിനെ നമ്മളൊരു ഞാൻ പറഞ്ഞത് നിഷ്കളങ്കമായിട്ടുള്ള ഒരു കാര്യമായിട്ട് കരുതിയാൽ മതി. ഇപ്പൊ ഒരു ചിത്രം, ഒരു ആധുനിക ഒരു ചിത്രരചന ഒരാൾ കാണിക്കുന്നു, നമ്മളത് കണ്ടു സന്തോഷിച്ചിട്ട് പോകും. വേറൊരാൾ എന്ന് പറയുകയാണ് ഇത് പോസ്റ്റ് ക്യൂബിസം ആണ് എന്ന് പറയുന്നു. നമ്മളത് കേട്ട് ഞെട്ടേണ്ട കാര്യമില്ല. ഞാനാണ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇഗ്നോർ, എനിക്ക് മനസ്സിലാകാത്ത എല്ലാ കാര്യവും ഞാൻ ഇഗ്നോർ ചെയ്യും.
ഞാനത് പഠിച്ച് മനസ്സിലാക്കുന്നവരെ ഐ ഗീവ് നോ റെസ്പെക്ട്. അപ്പോൾ ഒരാൾ വന്ന് ഇത് ജന്യരാഗമാണോ ജനകരാഗമാണോ എന്ന് സംസാരിച്ചാൽ ഞാൻ ആദ്യം കരുതുന്നത് കഷ്ടം, അയാൾക്ക് പാട്ട് ആസ്വദിക്കാനുള്ള സമയമില്ല എന്നുള്ളതാണ്. പാട്ട് ആസ്വദിക്കുന്നവർ, ഞാൻ വലിയ കച്ചേരി കേൾക്കുന്ന സ്ഥലത്ത് ഒരുപാട് പേര് ഇരിക്കുന്നതിൽ ഒരുപാട് പേര് ഇതിൻ്റെ സാങ്കേതിക ചർച്ച നടത്തിയ 2 തള്ളിയാണ് എടുത്തത്, പിന്നെ ആ ഇന്ന ഫ്രൈസ് കൂടുതൽ പ്രയോഗിച്ചു. അപ്പം ഞാൻ ഈ 2 ഘട്ടത്തിൽ കൂടെ കടന്നു വെക്കുന്നു. ഞാൻ തുടക്കത്തിൽ കച്ചേരി കേൾക്കാമെങ്കിൽ എനിക്ക് താളവിടെ അറിഞ്ഞില്ല, രാഗങ്ങൾ തിരിച്ചറിഞ്ഞില്ല. പക്ഷേ ഭയങ്കരമായ സുഖം ഇത് കേൾക്കുമെന്ന് നമുക്ക് കിട്ടും. നമ്മൾ ഇരിക്കുന്നു, കേൾക്കുന്നു, താളവിടുമ്പോൾ തെറ്റും. പക്ഷെ ഞാൻ മനസ്സിലായി നമ്മൾ ആ ഫേസിൽ നമ്മൾ ആരെങ്കിലും ഉപദേശിച്ചു തന്നിരുന്നെങ്കിൽ നമ്മൾ ആ ഫേസിൽ തന്നെ ഇരുന്നതിന് വളരെ സന്തോഷമായിട്ട് നമുക്ക് ഇരുന്നത്. നേരെ മറിച്ച് എൻ്റെ സാങ്കേതികത്വം പഠിച്ച് വരുമ്പോൾ അതിന് വേറെ സുഖമുണ്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്കൊരു പാട്ട് കേട്ടാൽ അതിൻ്റെ രാഗം എനിക്ക് പറയാൻ പറ്റില്ലെങ്കിൽ എനിക്ക് വലിയ നാണക്കേടാണ്. അപ്പോൾ എനിക്ക് 99% എനിക്ക് പറയാൻ പറ്റും. അതിന് വേറൊരു കാരണം കൂടെ ഉണ്ട്. അല്ല സാറേ, ഒരു കാരണം കൂടെ ഉണ്ട് അതിനകത്ത്. ഇപ്പൊ നമ്മളൊരു ഈ ഹിന്ദി ഗാനം കേൾക്കുന്നു, ഇതിന്റെ അർത്ഥം വല്ലോ നമുക്ക് അറിയാവുന്നിട്ടാണോ? സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല. അല്ല, അതിലൊരു നല്ല ഉദാഹരണം ഞാൻ പറയാം. ഞാൻ സാറിനെ പ്രസംഗിക്കാൻ പറയുന്നത് റാഫിയുടെ ഗാനങ്ങളൊക്കെ നമ്മൾ എന്ത് മനസ്സിലാക്കിയിട്ട് അത് പാടുന്നത്, ആ ഈണം എന്നുള്ള രീതി മാത്രമല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. പറഞ്ഞ നല്ലൊരു പോയിന്റാണ്. ഞാൻ കരുതുന്നു സംഗീതം എന്ന് പറഞ്ഞാൽ നമ്മുടെ കലകൾക്കകത്ത് നമ്മളിപ്പോൾ കവിതയുണ്ട്, സംഗീതമുണ്ട്, ചിത്രകലയുണ്ട്. സംഗീതത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഗീതം എടുത്ത് കവിതയുടെ മുകളിൽ ഒഴിച്ചാൽ കവിത ഇല്ലാതായി, കവിത ഉരിപ്പോവും. അതുകൊണ്ടാണ് ഈ കവിത ചൊല്ലുന്നവരധികം സംഗീതം കലർത്തരുതെന്ന് പറയുന്നത്. സംഗീതം കവിതയിൽ കലർത്തുമ്പോൾ അതിനൊരു മിതത്വം, ഒരു ചെറിയൊരു ട്യൂൺ കിട്ടാൻ വേണ്ടി ചെറുതായിട്ടേ പാടുള്ളൂ. ഇപ്പോൾ ഉദാഹരണം, ആ വ്യത്യാസം നമുക്ക് കേട്ടാൽ ഉടനെ അറിയുകയും ചെയ്യാം. ഇപ്പോൾ 12 മക്കളെ പെറ്റൊരമ്മേ നിന്റെ മക്കളിൽ ഞാനാണു. ഇവിടെ ഇതിനകത്ത് സംഗീതം മുഴച്ചു നിൽക്കുന്നില്ല. ഇപ്പൊ എന്നെക്കാട്ട് ഏറ്റവും ലളിത എക്സാമ്പിൾ പറയാനകത്ത് നാമം ജപിക്കുന്നു. രാമ 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 ഭാഗ്യമാം രാമപാദം ചേരണേ മുകുന്ദ രാമ ഭാഗ്യമാം പത്മനാഭനളിന നയന. അപ്പൊ ഇതില് സംഗീതം ഉണ്ടെങ്കിലും വളരെ നേർത്ത സംഗീതമാണ്. ഇനി നോക്കിക്കോളൂ, ഞാൻ ഈ സംഗീതം കൂടുതൽ ചേർത്ത് എങ്ങനെ ഇരിക്കും നോക്കിക്കോളൂ. ആ വരിയുടെ ശ്രദ്ധ പോകും നമ്മുടെ. രാമ രാമ ശ്രീരാമ രാമ നല്ല കീർത്തനമാണ് രാമരാമ. ആ സംഗീതം ചെന്ന് ചേരുമ്പോ സത്യം പറഞ്ഞാൽ പിന്നെ കവിതയ്ക്ക് പ്രസക്തിയില്ല. അതിന് ഉദാഹരണമാണ് ശ്രീ ഉണ്ണികൃഷ്ണൻ ഇവിടെ പറഞ്ഞത്. മുഹമ്മദ് റാഫിയുടെ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് അർത്ഥം അറിഞ്ഞൂടാ. മുഹമ്മദ് റാഫി മാത്രമല്ല, നമ്മളിപ്പോ കർണാടക സംഗീതം പാടുന്നു. നഗുമോ ഗനലേനി നാജാലി തെലസി നഗുമോ ഓ ഗനലേനി നാജാലി തെലസി. ആരൊക്കെ മനസ്സിലായി എന്താന്ന് പാടുന്നു? സത്യം എനിക്കറിഞ്ഞൂടാ, ഈ പാടുന്നത് എനിക്കറിഞ്ഞൂടാ. കാരണം അല്ല സാറേ, ഇതുപോലെ തന്നെ ദാനി ദാപമപദനി ദാപമഗരി ഗമപദനി സരി മഗരി സനി ദപമഗരി ഗമ്മപ്പ ദസരി ഗമ്മപ്പ നി സരി ഗമ്മപക്കാല. ആ ഒരു ഐഡിയയിൽ ഇതും പാടിക്കൂടെ? അല്ല, അവിടെ നോട്ട്സ് മാത്രമേ ഉള്ളൂ, സാഹിത്യം ഇല്ല. അതുകൊണ്ടാണ് അത് നമുക്ക് അത്ഭുതമല്ലാതെ തോന്നുന്നത്. അവിടെ മ്യൂസിക് മാത്രമേ കേൾക്കുന്നുള്ളൂ, സിലബിൾസ് യൂസ് ടു റെപ്രസെന്റ് നോട്ട്സ്. ഇവിടെ അങ്ങനെയല്ല, സാഹിത്യത്തിൽ സംഗീതം ചേർത്തിരിക്കുകയാണ്. സാഹിത്യത്തിലെ സംഗീതം ഏറ്റവും ഞാൻ ഉദ്ദേശിച്ചത് അത് പാടാമെങ്കിൽ ഇത് പാടിക്കൂടായോ? അല്ല, അതെന്തുകൊണ്ടാന്ന് പറഞ്ഞാല് മറ്റേതിലെ വരികളുടെ കണ്ടിന്യൂറ്റി, ഒരു കോമൺ ലാംഗ്വേജിലെ വരികളായതുകൊണ്ട് ഒരു കണ്ടിന്യൂറ്റി കിട്ടും. നമുക്ക് സരി ഗമ നമ്മൾ സംസാരിക്കുമ്പോൾ അങ്ങനെ ഉപയോഗിക്കാറില്ലല്ലോ സിലബിൾസ്. അതുകൊണ്ടാണ് അത് നമുക്ക് പാടാൻ ബുദ്ധിമുട്ട്. നല്ല പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ആ സിലബിളും അതിന്റെ നോട്ടും പ്രാക്ടീസ് ഉണ്ടെങ്കിൽ. അപ്പൊ ഈ ബാലസുബ്രഹ്മണ്യം ഇതൊന്നും ഇല്ലാതെ പാടി അയാൾ ദേശീയ അവാർഡ് മേടിച്ചിട്ടുണ്ടെങ്കിലേ. അല്ല, അത് നമുക്ക് ഇപ്പൊ ഒരു പാട്ട് ചെയ്തെങ്കിലും ഉപകരണത്തിൽ എല്ലാ പാട്ടും ഇങ്ങനെയാണ്, സ്വരങ്ങളാ പാടുന്നത്. അതെ അതെ.
അല്ല, ബാലസുബ്രഹ്മണ്യത്തിനെ പറ്റി പറയാനുള്ളത് അദ്ദേഹം ഉപകരണ സംഗീതം എന്ന് പറയുമ്പോൾ അവിടെ വാക്യങ്ങളില്ല, അതെ അവിടെ സ്വരങ്ങൾ മാത്രമേ ഉള്ളൂ. ബാലസുബ്രഹ്മണ്യം ഒരുപാട് പ്രാക്ടീസ് അവിടെ ചെയ്തിട്ടായിരിക്കും സംഗീതത്തിനാണ് പ്രാധാന്യം. വാദ്യോപകരണത്തിൽ സംഗീതത്തിനാണ് പ്രാധാന്യം, വരികൾക്കല്ലല്ലോ. ബാലസുബ്രഹ്മണ്യം ഒരുപാട് പ്രാക്ടീസ് ചെയ്തിട്ടായിരിക്കും അത് ചെയ്തത്. അങ്ങനെ ഇല്ല, നിരന്തരം ചെയ്യാൻ നമുക്ക് സ്വരം പാടാൻ പറ്റാത്ത സ്വരപ്രസ്ഥാനം. ഇപ്പൊ പാട്ടുകൾ സാറ് പറഞ്ഞല്ലേ, ഇപ്പൊ സാറ് പറഞ്ഞത് ധാനി ധാപ മപദനി ധാപ മഗരി ഗമ പദനി സരി മഗരി സനി ധപ മഗരി ഗമ പദ സരി ഗമ പി സരി ഗമ പക്കാല ഹരഹര പ്രിയല. ആ സ്വരം ഉപകരണത്തിൽ ഈ സ്വരം തന്നെയാണ് വായിക്കുന്നത്. എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. ഓക്കെ. ഞാനത് 10 പ്രാവശ്യം കേട്ടപ്പോ അറിയാതെയും ചില ഫ്രൈസസ് പിടിക്കാൻ വളരെ സ്ട്രൈക്കിംഗ് ആയിരിക്കും. ഒരു ചെറിയ ഉദാഹരണം, ചിട്ടസ്വരങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ അടുക്കി വെച്ചിരിക്കുന്ന സാധനം പലവണ കേൾക്കുമ്പോൾ നമുക്ക് പാടാനൊക്കും. ചിട്ടസ്വരം എന്ന് പറയും, നമുക്ക് ഒരുപാട് പേർക്ക് പാടാനും. ഒരു ഉദാഹരണമാണ് നമ്മുടെ കഥന കുതൂഹലം എന്ന് പറഞ്ഞ വളരെ പ്രശസ്തമായിട്ടുള്ള രാഗത്തിൽ കീർത്തനമുണ്ട്. രഘുവംശസുധാബുദ്ധിചന്ദ്രശ്രീ. അതിലെ സ്വരങ്ങൾ ഭയങ്കര രസമാണ്, അത് കേട്ട് കഴിഞ്ഞാൽ. സരി മഗരി സരി മദനി ഗപസ സാനി പമഗ പമഗരി സരി മഗരി സരി മദനി ഗപസ സാനി പമഗ പമഗരി സരി മദനി ഗപസ സരി മഗരി സരി പമഗരി രഘുവംശ സുധാബുദ്ധി. ഇത് കർണാടക സംഗീതം അറിയണമെന്നില്ല, കാരണം അതിന്റെ ആ ഒഴുക്കിലും പലതവണ കേട്ട് ആരോഹണ അവരോഹണ ക്രമത്തിൽ പോകുന്നു, പിടിക്കാൻ പറ്റും. പക്ഷെ ഇപ്പൊ നമ്മളൊരു വേദി ചെന്നിരുന്നിട്ട് സ്വരം എക്സ്റ്റംപോറായിട്ട് സ്വരം ചെയ്യാന്ന് പറയും. ഒരു ഉദാഹരണം, സരസമുഖി സകല ഭാഗ്യത്തെ, കീർത്തനമാണ്. എന്നിട്ട് സ്വരം പാടുക, റിമ റിമ പദ സരസമുഖി സരിരി റിമമ മപപ പദദ ദസസ സാരസമുഖി സരിരി മമ പപ സരിരി മമ പദദ സരിരി മ മപ മപ പദ പദ ദസ സരിരി മമ പദ ദസ സാരസമുഖി. ഇത് പാടുമ്പോൾ അവിടെ ഇരുന്ന് തന്നെത്താനെ ഉണ്ടാക്കുകയാണ്, വീവിങ്. നമ്മൾ കുട്ട നെയ്യുന്ന പോലെ സ്വരങ്ങളിങ്ങനെ നെയ്ത് പുറത്തോട്ട് ഇറക്കുകയാണ്. അത് ചെയ്യണമെങ്കിൽ നമുക്ക് ആ സംഗീതത്തിലെ സ്വരങ്ങളെ ഓരോന്നിനെയും നമ്മൾ കീഴടക്കി നമുക്ക് ഇഷ്ടംപോലെ നൃത്തം ചെയ്യിപ്പിക്കാൻ സാധിക്കുകയാണ്. പക്ഷെ നമ്മൾ നല്ല ഒരുപാട് കേട്ട ഒരു പാറ്റേൺ, ഇപ്പൊ ഈ ഹരഹരപ്രിയയുടെ പറഞ്ഞതോ അല്ലെങ്കിൽ കഥന കുതൂഹലം പറഞ്ഞോ, മനുഷ്യർക്ക് പാടാൻ ഒക്കും. അതിന് പാട്ട് പഠിക്കുകയൊന്നും വേണമെന്നില്ല, പാടാനായിട്ട് സാധിക്കും. ലൈറ്റ് മ്യൂസിക് പാടുന്ന ഒരുപാട് പേര് ക്ലാസിക്കൽ അറിഞ്ഞാത്തവരാണ്. അതിനിടയ്ക്ക് വരുന്ന ഹമ്മിങ്ങും അതിനിടയ്ക്ക് വരുന്ന സ്വരങ്ങളും ഒക്കെ ഒരു പാടാറുണ്ടല്ലോ. സാറേ, എനിക്ക് പറയാനുള്ളത്, ഞാൻ ഒരു മിനിറ്റ് ഇതൊന്ന് ഷട്ട് ഡൗൺ ചെയ്തിട്ട് വേറൊരു ഇൻസ്ട്രുമെന്റിലോട്ട് ജോയിൻ ചെയ്തോട്ടെ. ഒരു മിനിറ്റ് സാർ. എനിക്ക് സാറൊന്ന് റീകണക്ട് ചെയ്യാണ് വേറെ ടാബിലേക്ക്. സാർക്ക് ജോയിൻ ചെയ്യും നമ്മളോട്. സാറ് ടാബിൽ കണക്ട് ചെയ്യാന്നാ പറഞ്ഞു. ഹലോ ഹലോ ആ സാറേ, കേറിയില്ലേ? സുനിലെ കേൾക്കാമോ? സുനിലെ കേൾക്കാമോ? കേൾക്കാം. നമ്മുടെ മേഘന ജോയിൻ ചെയ്തിട്ടില്ലേ? ആ, മേഘന ഉണ്ട്. മേഘന അടുത്ത് തന്നെ ഉണ്ട്. മേഘന മേഘനല്ലേ? കേൾക്കാം. മേഘന എല്ലാവർക്കും കൂടെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയിലുള്ള മേഘന നല്ല കഴിവുള്ള ഒരു ഗായികയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം വയനാട് സുൽത്താൻ ബത്തേരി വെച്ച് മേഘനയുടെ പാട്ട് കേട്ടു. അപ്പൊ എന്തായാലും ഈ ബ്രേക്ക് ടൈമില് മേഘന ഒരു പാട്ട് പാടിക്കും. മേഘന പാടൂ. പാടും. ബാക്കി എല്ലാവരും മ്യൂട്ടാക്കി കഴിഞ്ഞാൽ ഹൗളിങ് ഉണ്ടാവില്ലെന്ന് തോന്നുന്നു.
അല്ല മറ്റേ മേഘരാഗോ പൊന്നൊരു മേഘരാഗം നിറുകിൽ തൊട്ടു മേലേ നിൽപ്പുവാനം വാനം വാനം ദൂരെ മിഴിയും യാമം യാമം മേഘരാഗം നിറുകിൽ തൊട്ടു മേലേ നിൽപ്പുവാനം ഇളവയിൽ മണിവളയണിയണ തിന വയലുകൾ തോറും കതിർമണിയുടെ നിര തിരയുക കുറുകുറുകണ പ്രാവേ ഇളവയിൽ മണിവളയണിയണ തിന വയലുകൾ തോറും കതിർമണിയുടെ നിര തിരയുക കുറുകുറുകണ പ്രാവേ മരതകമണിയും ഇനിയും ഇതു കവരുകയാണോ കനക കസവു ചിറകുമായി പതുങ്ങി പറന്നുവാ പകരം നിനക്കു തരുന്നു ഞാൻ എന്റെ പവിയുടെ ചുണ്ടിലെ മൊഴിമഴ 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 മേഘരാഗം നിറുകിൽ തൊട്ടു മേലേ വാനം വാനം ആനം ദൂരെ മിഴിയും വിട്ടു താങ്ക് യു. ക്ലാപ്പ് ചെയ്യാം. അതേപോലെ തന്നെ കിളിമാനൂര് ബഞ്ഞാറമ്മൂട് വെച്ച് കഴിഞ്ഞ ഒരു ഫംഗ്ഷന് ഞാൻ 2 പാട്ടുകാരെ ഒരുപോലെ പരിചയപ്പെട്ടു. അനിലും അജിത്തും ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? അനിലും അജിത്തും വളരെ മനോഹരമായിട്ട് അവർ രണ്ടുപേരും അന്ന് പാടിയായിരുന്നു. ട്വിൻസ് ആണ്. അപ്പൊ അനിലോ അജിത്തോ ആരെങ്കിലും അല്ലെങ്കിൽ രണ്ടുപേരും കൂടി ഒരു പാട്ട് പാടുവോ? സാർ അനിൽ മാത്രമേ. അപ്പൊ അനില് ഒരു ടൈമില് ഒരു ശരി പാടട്ടെ സാർ. പാടിക്കോ. ഇപ്പൊ സംസാരിച്ചത് ആരും മനസ്സിലായില്ല. അനിൽ ചേർത്തല സാറാണോ സാർ ഇപ്പൊ സംസാരിച്ചത്? ഓക്കെ ഓക്കെ. ഞാൻ മോഹം കണ്ടില്ലായിരുന്നു, സൗണ്ട് മാത്രമേ കേട്ടുള്ളൂ. ഓക്കെ സാർ, പാടാം. ഒരു പുഷ്പം മാത്രമൻ പൂങ്കുലയിൽ നിർത്താൻ ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. ഒരു ഗാനം മാത്രമൻ ഹൃദയത്തിൽ ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. ഒരു മുറി മാത്രം നിർത്താൻ ഞാൻ, അതിഗൂഢമെന്നൂടെ ആരാമത്തിൽ. ഒരു മുറി മാത്രം മായ്ക്കാതെ വയ്ക്കാം ഞാൻ, അതിഗൂഢമെന്നൂടെ ആരാമത്തിൽ. ഒരു പുഷ്പം മാത്രമൻ നിർത്താൻ ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. ലൈനൊന്നും ഓർമ്മയില്ല, എന്നാലും ഒരുത്തി പാടുക. അടുത്തന്നെ പാടുമ്പോ മുറുകിട്ട് തുറക്കണേ. ഓക്കെ ഓക്കെ, താങ്ക് യു. പാട്ടുകളൊക്കെ പഴയ പാട്ടുകൾ പാടുമ്പോൾ എനിക്കൊരു കാര്യം തോന്നിയിട്ടുള്ളത്, നമ്മുടെ യൗവനത്തിൽ നമ്മൾ കേട്ട പാട്ടുകൾക്കുള്ള മനോഹാരിത ബാക്കി പാട്ടുകൾക്ക് വരാനായിട്ട് വളരെ സാധ്യത കുറവാണ്. നമ്മുടെ യൗവനവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന, ആ കാലഘട്ടവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പാട്ടുകൾ അതീവ ഹൃദ്യമായിട്ട് പിന്നീടുള്ള സമയത്ത് നമുക്ക് തോന്നും. എനിക്ക് എൻ്റെ അച്ഛൻ മരിച്ചു പോയിട്ടൊരു വർഷം കഴിഞ്ഞു.
94 വയസ്സിലാണ് മരിച്ചത്. അദ്ദേഹത്തിന്റെ യൗവനകാലത്ത് അദ്ദേഹം കേട്ടുകൊണ്ടിരുന്ന യേശുദാസ് അല്ല, നമുക്ക് അറിഞ്ഞുകൂടാത്ത പാട്ടുകാരൊക്കെ. ത്യാഗരാജൻ എന്ന് പറഞ്ഞിട്ടൊരാളുണ്ട്, അദ്ദേഹം ഒരു കൈദീൻ ഡയറി എന്ന് പറഞ്ഞ സിനിമ, MK ത്യാഗരാജ ഭാഗവതർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ആ സിനിമ അദ്ദേഹത്തിന്, കമലഹാസന്റെ സിനിമ അദ്ദേഹത്തിനെ കുറിച്ചിട്ടാണ്. അപ്പൊ ആ സമയത്തെ പാട്ടുകളാണ് അവരെ മതിക്കുന്നത്. അതുപോലെ ഈ പാട്ട് കേട്ടപ്പോഴും ഞാൻ വിചാരിക്കും എന്ത് മനോഹരമായ ഒരു പാട്ടാണ് എന്റെ വരികൾ. ഇതും ഇതുപോലെ തന്നെ വരണമാണ്. എത്ര ചിരിച്ചാലും ചിരി തീരുമോ നിന്റെ ചിത്തിരപ്പൂവിതൾ ചുണ്ടിൽ. അങ്ങനെ ഒരു വരി ഞാൻ എപ്പോഴും അത് ഒരു പ്രത്യേക കടപ്പുറം ഞാൻ അത് കേൾക്കുമ്പോൾ ആലോചിക്കും. എങ്ങനെ കോരി നിറച്ചു നിൻ കണ്ണിൽ ഇത്ര വലിയ സമുദ്രം അനുരാഗ തപ്തവർണ്ണ വസന്തം. വരി എനിക്ക് ഓർമ്മയില്ല. ആ വരികളും അന്ന് കേട്ട ഓർമ്മയും അതിന്റെ മനോഹരമായിട്ടുള്ള സംഗീതവും എല്ലാം കൂടെ ചേർത്ത് നമുക്ക് അത് തരുന്ന അനുഭൂതി എന്ന് പറഞ്ഞാൽ അതിന് പകരം വേറെ ഒന്നും വെക്കാൻ ഒക്കില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഈ പാട്ട് വളരെ കറക്റ്റാണ് സാർ പറഞ്ഞത്. അതെ അതെ, വളരെ കറക്റ്റാണ്. സുനിലെ, സാറേ സാറ് പാടാനുണ്ടോ? ബിജു മുരളി ആരെങ്കിലും ഉണ്ടോ? പാടാനുണ്ടെങ്കിൽ ഒരു പാട്ട് കൂടി പാടി നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ? ഇനിയിപ്പോ അത്യാവശ്യം നമുക്കൊന്ന് വൈൻഡപ്പ് ചെയ്യാം. സാറ് പനിയായിട്ടാണ് ഇന്ന് കയറിയത്. നേരത്തെ പറഞ്ഞിരുന്നു. ശരിക്കും എന്റെ തൊണ്ട ഒട്ടും സുഖമല്ല. ഞാൻ പിന്നെ അങ്ങനെ സംസാരിച്ചു എന്നേ ഉള്ളൂ. പാടുമ്പോഴും എനിക്ക് ആ സുഖം പൂർണ്ണമായിട്ട് കിട്ടുന്നില്ല. ഇന്നലെയാണ് ശബ്ദം തിരിച്ചു വന്നത്. അതിന്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ഞാനിത് നേരത്തെ അനൗൺസ് ചെയ്തുകൊണ്ട് അങ്ങ് പങ്കെടുത്തു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ നല്ലൊരു കൂട്ടായ്മയായിരുന്നു. നമ്മളൊരു ഏകപക്ഷീയമായ പ്രഭാഷണവും ബാക്കി എല്ലാവരും കേട്ടോണ്ടിരിക്കലും അല്ലായിരുന്നു. നമ്മളെല്ലാവരും സംഗീതം അങ്ങോട്ടും ഇങ്ങോട്ടും വാരി എറിയായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും നന്നായി സാർ, താങ്ക് യു സാർ. വളരെ ഒരു അര മിനിറ്റ് തരണേ, ഒരു സാങ്കേതികതയുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറയാം. സാറേ, പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരിക്കൽ അമ്പലത്തിലൊരു കച്ചേരിയൊക്കെ ആയിരുന്നു. ആവണീശ്വരി രാമേന്ദ്ര സാറാ പാടിയെന്ന് എന്റെ ഒരു ഓർമ്മ. അപ്പൊ ഇത് തുടങ്ങിയപ്പോഴേ അച്ഛൻ്റെ ഒക്കെ കൂടെ പോയി കേട്ട് കുറച്ച്. അപ്പൊ വാതാപിയാന്ന് എനിക്ക് തോന്നി. പക്ഷെ അവിടെ ഇരുന്ന് രണ്ട് അപ്പൂപ്പന്മാർ ഇത് രാഗത്തെ പറ്റിയും ഒക്കെ ഇങ്ങനെ ഭയങ്കര തർക്കം. അവസാനം പാടിയപ്പോ മാതാവി വന്നപ്പോ എനിക്കൊരു ഭയങ്കര സന്തോഷം. ഇവർ ഇത്രയും നേരം ഇത് എന്തായി തർക്കിച്ചേന്നേ. അപ്പൊ അങ്ങനെ ഈ സാങ്കേതികതയ്ക്ക് ചില അങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ട്. ഈ സ്വരങ്ങളൊക്കെ പാടാൻ തുടങ്ങിയപ്പോഴേക്ക് ഇവര് ഭയങ്കര തർക്കമായി. അപ്പോഴാണ് ഈ രാഗങ്ങൾ നമുക്ക് തിരിച്ചറിയാം അങ്ങനെ ശ്രമിച്ചാൽ പറ്റൂ എന്നൊരു ധാരണ എന്നിലേക്ക് വന്നത്. ആ ഒരു അനുഭവം കൂടി സാറിന്റെ ഈ ഒരു സംഭാഷണത്തിൽ നിന്ന് ഓർമ്മ വന്നു. ശരിയായ കാര്യം പൂർണ്ണമായും ഞാൻ അതിനോട് യോജിക്കുന്നു. നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നവരെ ഒഴിവാക്കുക എന്നാണ് എൻ്റെ അഭിപ്രായം. അണ്ടിൽ നമ്മൾ അതിനെ പഠിച്ചെടുത്ത് നമ്മളത് അതേ ലൈനിലോട്ട് വന്നില്ല എങ്കിൽ. ഞാൻ ഒരു 36 വർഷം നീണ്ടു നിന്ന അക്കാഡമിക് കരിയറിന്റെ അവസാന ഒരു 5 വർഷം കൊണ്ടാണ് അത് മനസ്സിലാക്കിയത്. നമ്മൾ മനസ്സിലാകാത്ത പദങ്ങളും ബ്രഹ്മാണ്ടൻ സിദ്ധാന്തങ്ങളും അതെല്ലാം തന്നെ, അതായത് സാമാന്യ ബുദ്ധിക്ക് ചേരാത്ത കാര്യങ്ങളൊന്നും തന്നെ യഥാർത്ഥത്തിൽ മൂല്യമുള്ളവ അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞ ഒരു ആധുനിക സയന്റിഫിക് തിയറി നമുക്ക് മനസ്സിലാവണമെന്നില്ല, പക്ഷെ അത് മനസ്സിലാകുന്ന രീതി പറഞ്ഞു തരാൻ ഒക്കണം എന്നുള്ളതാണ്. അപ്പൊ പാട്ടിന്റെ രാഗം ഒരുപക്ഷെ നമ്മുടെ മനസ്സിൽ വന്ന് ഇങ്ങനെ തിരയടിക്കും. ഇതെനിക്കറിയാം, ഞാൻ ഇവിടെ കേട്ട പോലെയാണ്, പരിചയം ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ നമുക്ക് അതിന്റെ പേര് പറയാനോ ഒന്നും പറയാൻ സാധിക്കണം എന്നില്ല. അതുമായിട്ട് നമ്മൾ താരതമ്യം പ്രാപിച്ചാൽ നമുക്ക് സ്വസ്ഥമായിട്ട് കഴിയാം. ഓക്കെ, താങ്ക് യു സാർ. വലിയൊരു നോളജ് ആണ് അത്. നമുക്ക് അറിഞ്ഞുകൂടാത്തൊരു കാര്യം നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേണ്ട, നമുക്ക് ഉപേക്ഷിക്കണം. നമുക്ക് വേറെയും കാര്യങ്ങളുണ്ടല്ലോ, ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ ബാക്കി. അപ്പൊ ഓക്കെ, താങ്ക് യു സാർ. വളരെ മനോഹരമായ സാധനം. വളരെ വളരെ നന്നായിട്ടുണ്ട് സാർ. ഈ ക്ലാസ് നമുക്ക് കിട്ടിയതിൽ വളരെ സന്തോഷം. സമയം പോയത് അറിഞ്ഞില്ല. ഇനിയും ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ടും വരും. ഈ പാട്ടിനോട് കൂടുതൽ താല്പര്യം ഉണ്ടാവും. സംഗീതമായിട്ട് കൂടുതൽ പഠിച്ചിട്ടില്ലെങ്കിലും അറിവിന്റെ ഇതിൽ വെച്ച് സാറ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ സംഗീതമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറഞ്ഞു തന്നു. വളരെ സന്തോഷം. ഇനി ഈ ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ നന്ദി സാർ. ഗുഡ് നൈറ്റ് സാർ. ശരിക്കും പറഞ്ഞാൽ പാട്ടിന്റെ മുമ്പോട്ട് കൊണ്ടുവന്നേത് സാറ്. നമ്മുടെ സമയം കഴിഞ്ഞു കേട്ടോ. അപ്പൊ നമുക്ക് അവസാനിപ്പിക്കാം. സാറിനെ പോലുള്ള സംഗീതജ്ഞരുടെ കാലഘട്ടത്തിൽ അൽസാർ പറഞ്ഞ പോലെ സ്വാഗത പ്രസംഗത്തിൽ പറയുണ്ടായി, ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിഞ്ഞത് തന്നെ നമുക്ക് വളരെ മഹാഭാഗ്യമായിട്ട് കരുതാം. അതുപോലെ തന്നെ ഈ പരിപാടിക്ക് ഔദ്യോഗികമായിട്ട് കൃതജ്ഞത രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക്
ജിതേന്ദ്ര രാജിനെ ക്ഷണിക്കുകയാണ്. അദ്ദേഹം സോൺലൈറ്റ് മ്യൂസിക് അക്കാദമിയുടെ ഡെപ്യൂട്ടി ഡയറക്ടർ കൂടിയാണ്. നമുക്കറിയാം, ഇപ്പൊ അദ്ദേഹത്തിന്റെ കഴിവോടെ തെളിയിച്ചു, നല്ലൊരു ഗായകൻ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഓൾ ഓഫ് യു. പ്രിയ മിത്രങ്ങളെ, നമ്മുടെ സോൾലൈറ്റ് ഇന്റർനാഷണലിന്റെ ആഭിമുഖ്യത്തിൽ സോൾലൈറ്റ് മ്യൂസിക് അക്കാദമി സംഘടിപ്പിച്ച ഇന്നത്തെ ഈ വെബിനാറിൽ സംഗീതത്തിൽ അഗാധമായ പാണ്ഡിത്യമുള്ള ഡോക്ടർ അച്യുത് ശങ്കർ സാറിന്റെ ഞാൻ എടുത്തു പറയാണ്, 2 പ്രോഗ്രാമുകൾ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അത് കാണുകയും ചെയ്തിട്ടുണ്ട്, കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ ഒരല്പസമയം ശാന്തിഗിരിയിൽ വെച്ച് അദ്ദേഹത്തോടൊപ്പം ചിലവഴിക്കാനായിട്ട് നമ്മുടെ ജനറൽ സെക്രട്ടറി ശ്രീ അനിലേട്ടൻ എനിക്കൊരു അവസരം ഉണ്ടാക്കി തന്നതാണ്. കുറച്ച് സമയം ഞങ്ങളുടെ സാഹിത്യോത്സവം നടക്കുന്നതിനിടയ്ക്ക് ഒരല്പസമയം അദ്ദേഹം ഒരു ടീ ടൈമിന്റെ ഒരു സമയത്ത് ഒരല്പസമയം സംസാരിക്കാനായിട്ട് അവസരം ഉണ്ടാക്കി തന്നിരുന്നത്. അങ്ങനെ നേരിട്ട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാർ അത് മറന്നുപോയതാണ്. ഞാൻ മറന്നില്ല. നമ്മുടെ ആ ഒരു വെയിറ്റ് ചെയ്ത സമയത്ത് നമ്മൾ അതിനകത്ത് വന്നിരുന്ന് ചായ കുടിക്കുകയും അതിനടുത്തൊരു സന്യാസിനി കമ്പ്യൂട്ടർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്തിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്. അതെ. കൂടാതെ ഇന്നത്തെ പാട്ടിന്റെ സുഖങ്ങൾ എന്നുള്ള ഈ 5 തിങ്സ് നമുക്ക് തന്നത് അത് വലിയൊരു വിലപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഈ വെബിനാറിൽ അത് അതിഗംഭീരമായിട്ട് തന്നെയാണ് സാർ പെർഫോം ചെയ്തത്. അതിൽ തർക്കമില്ലാത്ത കാര്യമാണ്. സാറിന് ഇനിയും വളരെയധികം ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. അച്യുത് ശങ്കർ സാറിന് ഞങ്ങളുടെ സോൾലൈറ്റിന്റെ കുടുംബത്തിന്റെ എല്ലാവിധ നന്ദിയും സ്നേഹവും പ്രകാശിപ്പിക്കുകയാണ് ഞങ്ങൾ എല്ലാവരും കൂടെ. കൂടാതെ നമ്മുടെ ചെയർമാൻ, അദ്ദേഹം ഇന്ന് സന്നിഹിതനല്ല, MGM എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ എല്ലാമായ ഗീവർഗീസ് യോഹന്നാൻ സാറ്, അതുപോലെ തന്നെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ അനിൽ സാറ്, അതോടൊപ്പം തന്നെ രഞ്ജു പി മാത്യു, കൂടാണ്ട് സുൽജിക്കും, പിന്നെ സന്നിഹിതരായിട്ടുള്ള എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും സോൾ ലൈറ്റ് എന്ന നമ്മുടെ ഈ കൂട്ടായ്മ എന്ന് പറയാൻ പറ്റില്ല, ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് സോൾ ലൈറ്റ് ഇന്റർനാഷണലിന്റെ എല്ലാ സംവിധാനങ്ങളും ഉള്ള ഈ ഒരു മനുഷ്യ ജീവിതത്തിലെല്ലാം വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്ന നമ്മുടെ ഈ ഒരു ഗ്രൂപ്പിന്, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ടീമിന് എല്ലാവിധ ഭാവങ്ങളും ഇന്നത്തെ പോലെ ഇനിയും വീണ്ടും നമുക്ക് ഇതേപോലെയുള്ള വെബിനാറൊക്കെ സംഘടിപ്പിക്കണം. എല്ലാവിധ സ്നേഹവും നന്ദിയും അച്യുത് ശങ്കർ സാറിനും വന്നെത്തിയ എല്ലാവരോടും പ്രകാശിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സാർ. ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. കേൾക്കുന്നുണ്ടോ? കേൾക്കാം സാർ, കേൾക്കാം. നമ്മുടെ ഈ സോൾലൈറ്റിന്റെ മ്യൂസിക് അക്കാദമിയില് ധാരാളം ഗായകർ വയനാട് മുതൽ ലോകത്തിന്റെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം, അതുപോലെ തന്നെ വിവിധ സ്ഥലങ്ങളിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ ആയിട്ട് ഈ അക്കാദമിയിൽ പെടുന്ന ധാരാളം ഗായകരുണ്ട്. അപ്പോൾ നമുക്ക് ഒരു മാസത്തിൽ ഒരു ദിവസം സോൾലൈറ്റ് മ്യൂസിക് അക്കാദമിയുടെ ഒരു ഗാനാഞ്ജലി ഓൺലൈനിൽ നടത്തണം എന്നാഗ്രഹിക്കും. പരസ്പരം ഈ ഗായകർ പരസ്പരം അറിയുകയും എല്ലാവരെയും അറിയിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് മേഘനയും ജിതേന്ദ്ര രാജിനെയും ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കാര്യം അതാണ്. അതുപോലെ അനിൽ, ഒരുപാട് ഗായകരുണ്ട്. സുനിൽ വള്ളിപ്പുറം, അതുപോലെ പിന്നെ JNC നായർ, അതുപോലെ തന്നെ വൈക്കം വിജയലക്ഷ്മി നമ്മുടെ സോൾലൈറ്റ് മ്യൂസിക് അക്കാദമിയുടെ രക്ഷാധികാരിയാണ്. അതുപോലെ തന്നെ ആ കരിമീൻ കുഴിവ് എന്ന് പറയുന്ന പാട്ട് പാടിയ ദേവാനന്ദ് നമ്മുടെ മെമ്പറാണ്. അങ്ങനെ ഒത്തിരി ആളുകളുണ്ട്, സതീഷ് രാമേന്ദ്രൻ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു മാസം നമ്മൾ നിശ്ചയിക്കുന്ന ഒരു ദിവസം നമുക്കൊരു ഗാനാഞ്ജലി, വളരെ സുഖകരമായ ഒരു സായാഹ്നം നമുക്ക് ആരംഭിക്കണമെന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനെ പാടേണ്ട ആളുകൾ ആ ദിവസം തീരുമാനിച്ചു കഴിയുമ്പോൾ അതിന് പാടേണ്ട ആളുകളെല്ലാം കോർഡിനേറ്റ് ചെയ്തിട്ട് അത് നടത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ജിതേന്ദ്ര രാജിനെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ടെക്നിക്കൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് സ്വമേധയാ ഇങ്ങോട്ട് തയ്യാറായിക്കൊണ്ട് നമ്മുടെ എല്ലാവിധ ടെക്നിക്കൽ സപ്പോർട്ടുകളും നമുക്ക് നൽകിക്കൊള്ളാം എന്ന് സ്വമേധയാ തയ്യാറായിക്കൊണ്ട് ഒരു നല്ല ചെറുപ്പക്കാരൻ മുന്നോട്ട് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് അനന്തു S.
നമ്മുടെ ശ്രീകുമാരി ടീച്ചറിൻ്റെ കഴിഞ്ഞ ദിവസം നമ്മൾ ക്ലാസ് എടുത്ത ശ്രീകുമാരി ടീച്ചറിൻ്റെ മകനാണ്. അനന്തു, നമസ്കാരം. അപ്പോൾ അനന്തു നമ്മുടെ സോളൈറ്റിൽ പുതിയ മെമ്പർ ആണെങ്കിലും ശരി, ഒരുപാട് സാധ്യതകൾ അനന്തുവിലൂടെ നമുക്ക് നേടാൻ കഴിയും. അതുകൊണ്ട് അനന്തുവിനും സോളൈറ്റിൻ്റെ പേരിൽ എല്ലാവിധ സ്നേഹവും അറിയിക്കുകയാണ്, നന്ദി രേഖപ്പെടുത്തുന്നു. അതേപോലെ തന്നെ സാറിൻ്റെ ഈ ശാരീരികമായ അവശതകൾ കൊണ്ട് നമ്മൾ ഇത്രയും നേരത്തെ നിർത്തുന്നതാണ്. സാറിന് പാടാൻ പോലും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കേട്ടപ്പോൾ ഉള്ള പാട്ടിൻ്റെ ആ സ്വരം എടുത്ത് തൊണ്ടയടപ്പൊക്കെ ആയിട്ട് പാടാൻ പോലും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ സാറിൻ്റെ ക്ലാസ് ഇനിയും നമുക്ക് ആവശ്യമുണ്ട്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംഗീത ലോകത്ത് നമുക്ക് ചെയ്യാനുണ്ട്. കാലത്തിനനുസരിച്ചുള്ള നല്ല പാട്ടുകൾ ഉണ്ടാക്കാനുണ്ട്. ഇതിനകത്ത് ഒരുപാട് എഴുത്തുകാരുണ്ട്, പാട്ടുകാർ. ഉമ്മർജിയൊക്കെ ഞാൻ കാണുന്നുണ്ട്. ഉമ്മർജിക്ക് എന്നെ അടുത്തറിയാൻ വയ്യെങ്കിലും നാളെ നമ്മൾ കാണും. അപ്പോൾ നാളെ ഞാൻ പത്തനാപുരത്ത് വരുന്നുണ്ട്. അപ്പോൾ ഉമ്മർജിയൊക്കെ നമുക്ക് പരിചയപ്പെടാൻ കാണാം. ഒരുപാട് പേരുണ്ട്, എഴുത്തുകാരും പാട്ടുകാരും ഒക്കെ ആയിട്ട്. നമ്മുടെ ഈ കാലത്തിനനുസരിച്ചുള്ള രീതിയിലാണെങ്കിൽ പോലും നല്ല പാട്ടുകൾ ജനം സ്വീകരിക്കും എന്നുള്ളതിൻ്റെ ഇപ്പോൾ ഒരു പാട്ട് ഇറങ്ങി, തുടരും സിനിമയ്ക്കകത്തൊരു പാട്ട് പെട്ടെന്ന് ആളുകൾ അത് ക്യാച്ച് ചെയ്തു. ആ വരികൾ ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു പാട്ട് കുറേ കാലം കൂടി കേൾക്കുന്നത് ഈ സിനിമയ്ക്ക് പെട്ടെന്ന് ആളുകൾ ക്യാച്ച് ചെയ്തു. അതുപോലെ നല്ല പാട്ടുകൾ ഉണ്ടായി കഴിഞ്ഞാൽ അതുണ്ടാവും. അതിനെയൊക്കെ നമ്മുടെ സോളൈറ്റ് അക്കാഡമിക്ക് ചുക്കാൻ പിടിക്കാൻ നമുക്ക് എല്ലാവിധ അഡ്വൈസും തരാൻ അർജിശങ്കർ സാറിനെ പോലുള്ള മഹത്തുക്കളുടെ സഹായവും സാന്നിധ്യവും നമുക്കെപ്പോഴും ഉണ്ടാകും എന്ന് അറിയിച്ചുകൊണ്ട്, സാറിന് സകലവിധ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് നമുക്ക് ഈ സന്ധ്യ നമുക്ക് ഇന്നിവിടെ പൂർണ്ണമാക്കാം. താങ്ക് യു സാർ, താങ്ക് യു.